بالله من الشيطان الرجيم. ومن أهل الكتاب من إن تأمنه بقنطار يؤديه إليك ومنهم من إن تأمنه بدينار لا يؤديه إليك إلا ما دمت عليه قائما ذلك بأنهم قالوا ليس علينا في الأميين سبيل ويقولون على الله الكذب وهم يعلمون بلى من أوفى بعهده واتقى فإن الله يحب المتقين إن الذين يشترون بعهد الله وأيمانهم ثمنا قليلا أولئك لا خلاق لهم في الآخرة ولا يكلمهم الله ولا ينظر إليهم يوم القيامة ولا يزكيهم ولهم عذاب أليم. صدق الله العلي العظيم. നാം സൂറത്ത് ആലി ഇമ്രാനിലെ അഹ്ലുൽ കിതാബുകാരുടെ നിലപാടുകളെ കുറിച്ചാണ് വിവരിച്ചു വന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്നും നമുക്ക് വിവരിക്കാൻ ഉള്ളത്. അഹ്ലുൽ കിതാബുകാരെന്ന് പറയുമ്പോൾ ജൂത ക്രിസ്ത്യാനികൾ, ഈ ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ ലോക ജനസംഖ്യയുടെ നല്ലൊരു ശതമാനം വരും. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മതവിഭാഗം ഇപ്പോൾ ക്രിസ്ത്യാനികളാകുന്നു. ഇൻഷാ അല്ലാഹ് ഒരു 50 വർഷക്കാലം കൊണ്ട് അത് മുസ്ലിങ്ങളായി തീരും. അതിൻ്റെ മുൻപ് തന്നെ ആകും എന്നതാണ് അവസ്ഥ. ജൂതന്മാർ എണ്ണത്തിൽ അധികമില്ലെങ്കിലും ഒരു പ്രബല മതവിഭാഗമാകുന്നു എന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ മുഴുവൻ ഉറക്കം കെടുത്തിക്കൊണ്ട് അവർ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ജൂത ക്രൈസ്തവ വിഭാഗങ്ങളെക്കുറിച്ചുള്ള വിവരണം, അവരുടെ നിലപാടുകൾ, മുസ്ലിങ്ങളോടുള്ള അവരുടെ സമീപനം, ഇതെല്ലാം അടിസ്ഥാനപരമായി തന്നെ മനസ്സിലാക്കപ്പെടേണ്ട സംഗതിയാകുന്നു. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഇത്ര ഗൗരവതരമായി അത് കൈകാര്യം ചെയ്തിട്ടുള്ളതും. വമിൻ അഹ്ലിൽ കിതാബി, അഹ്ലി കിതാബുകാരിൽ ഉണ്ട്, മൻ ഇൻ തഅമൻഹു ബിഖിൻതാരി യുഅദ്ദിഹി ഇലൈക്, താങ്കൾ അവരെ ഒരു ദിനാർ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണെങ്കിൽ അത് അവർ താങ്കൾക്ക് വീട്ടിത്തരും, അഥവാ ആ അമാനത്ത് അവർ പൂർത്തീകരിക്കും. എന്നാൽ വമിൻഹും മൻ ഇൻ തഅമൻഹു ബിദീനാരിൻ, ആദ്യം പറഞ്ഞത് വമിൻ അഹ്ലിൽ കിതാബി മൻ ഇൻ തഅമൻഹു ബിഖിൻതാരി യുഅദ്ദിഹി ഇലൈക്, ഒരു കൂമ്പാരം തന്നെ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരത് വീട്ടും, ആ അമാനത്ത് അവർ നിർവഹിക്കും.
എന്നാൽ എന്നാൽ അവരിൽ ഒരു വിഭാഗമുണ്ട്, ഒരു ദീനാറ് അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ. ഖിൻതാർ എന്ന് പറയുമ്പോൾ കൂമ്പാരങ്ങളാകുന്നു. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ കൂമ്പാരങ്ങൾക്കാണ് ഖിൻതാർ എന്ന് പറയുക. എന്നാൽ ദീനാർ എന്ന് പറയുമ്പോൾ ഒരു സ്വർണ്ണ നാണയമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും തുടർന്ന് ഖുലഫാ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിലുമൊക്കെ ഇസ്ലാമിക ലോകത്ത് നിലവിലുണ്ടായിരുന്ന നാണയം ദീനാറാണ്. ആ ദീനാർ ഇപ്പോൾ കുവൈത്തിലും ബഹ്റൈനിലുമൊക്കെയുള്ള ദീനാറല്ല, മറിച്ച് ഒരു സ്വർണ്ണ നാണയമായിരുന്നു. ഒരു 4.25 ഗ്രാം തൂക്കമുള്ള, അഥവാ അരപ്പവനിൽ കൂടുതൽ തൂക്കമുള്ള ഒരു സ്വർണ്ണ നാണയത്തിനാണ് അക്കാലത്ത് ദീനാർ എന്ന് പറഞ്ഞിരുന്നത്. ആ ദീനാറിനെ കുറിച്ചാണ് പറഞ്ഞത്, അവർക്ക് ഒരു ദീനാർ വിശ്വസിച്ചേൽപ്പിക്കുകയാണെങ്കിലും ലാ യുഅദ്ദിഹി ഇലൈക്, അത് അവർ തിരിച്ച് തരികയില്ല. ഇല്ലാ മാ ദുംത അലൈഹി ഖായിമ, താങ്കൾ അത് ലഭിക്കാൻ വേണ്ടി നിരന്തര പരിശ്രമങ്ങൾ നടത്തിയാലല്ലാതെ. ദാലിക ബിഅന്നഹും ഖാലു, എന്താണ് ഇങ്ങനെ ഒരു നിലപാട് അവർ അനുവർത്തിക്കാൻ കാരണം? ഖാലു ലൈസ അലൈനാ ഫിൽ ഉമ്മിയീന സബീലുൻ, ഈ ഉമ്മികളുടെ കാര്യത്തിൽ തങ്ങളോട് ഒരു ഹിസാബും കിതാബുമില്ല, അതിനെക്കുറിച്ച് ചോദിക്കുകയില്ല. ഇവിടെ ഒരുപക്ഷെ നമ്മൾ പറയും, ഇതിപ്പോൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലും ഇല്ലേ അത്തരക്കാർ? മുസ്ലിങ്ങളുടെ കൂട്ടത്തിലും ഇതര മതസ്ഥർ എന്തെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, വിശ്വസിച്ചേൽപ്പിച്ചാൽ അത് തിരിച്ചു കൊടുക്കുന്നവരുണ്ട്, തിരിച്ചു കൊടുക്കാത്തവരുമുണ്ട്. എങ്കിൽ പിന്നെ അത് എല്ലാ വിഭാഗത്തിലും ഉണ്ടാവും. എങ്കിൽ പിന്നെ ഈ അഹ്ലി കിതാബുകാരുടെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നതിൽ എന്താണ് പ്രത്യേകതയുള്ളത്? നമ്മൾ ആലോചിക്കും. എന്നാൽ ഇവിടുത്തെ വിഷയം, ഈ ഒരു സമൂഹത്തിൽ ഇങ്ങനെ വിശ്വസിച്ചേൽപ്പിക്കപ്പെടുന്നത്, ആ വിശ്വസ്തത പരിപാലിക്കുന്നവരും ആ ഏൽപ്പിക്കപ്പെട്ടത് തിരിച്ചു കൊടുക്കുന്നവരുണ്ടാകും, എന്നാൽ കൊടുക്കാത്തവരുണ്ടാകും. അത് സ്വാഭാവികമാണ്. പക്ഷെ ഇവിടുത്തെ വിഷയം മറ്റൊന്നാണ്. ഇവിടുത്തെ വിഷയം എന്താണ്? അവരിൽ ഒരു വിഭാഗം ഇങ്ങനെ വിശ്വസിച്ചേൽപ്പിച്ചത് തിരിച്ചു കൊടുക്കാത്തത്. അതിൻ്റെ കാരണമാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ വിഷയം. എന്താണ് ഇവിടുത്തെ കാരണം? ذلك بأنهم قالوا ليس علينا في الأميين سبيل, അവരുടെ വിശ്വാസം തന്നെ, അവർ പറയുന്നത് തന്നെ, തങ്ങൾ അഹ്ലി കിതാബുകാരല്ലാത്തവരുടെ ധനം അപഹരിക്കുകയാണെങ്കിൽ, അവരുടെ അവകാശം ഹനിക്കുകയാണെങ്കിൽ, അവർ വിശ്വസിച്ചേൽപ്പിച്ചത് തിരിച്ചു കൊടുക്കാതെ അത് കവരുകയാണെങ്കിൽ ലൈസ അലൈനാ ഫിൽ ഉമ്മീന സബീൽ, നമ്മളോട് അല്ലാഹു തആല അതിനെക്കുറിച്ച് ചോദിക്കുകയില്ല. ഇങ്ങനെ ഒരു അഖീദ ഒരു വിഭാഗത്തിനുണ്ടായാൽ, ഒരു വിശ്വാസം ഒരു വിഭാഗത്തിനുണ്ടായാൽ, പിന്നെ എന്തായിരിക്കും അവരുടെ സമീപനം? ഇതാണ് ഇവിടുത്തെ വിഷയം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ കേരളത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ അവർ വിശ്വസിക്കുന്നത്, ഇവിടെയുള്ള ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും ഒക്കെ സ്വത്ത് നാം അപഹരിച്ചാൽ, അവർ നമ്മെ ഏൽപ്പിച്ചത് തിരിച്ചു കൊടുക്കാതെ നാം അത് കവരുകയാണെങ്കിൽ, അതിൻ്റെ പേരിൽ അല്ലാഹു തആല നമ്മെ ചോദ്യം ചെയ്യുകയില്ല, നമുക്കതിൻ്റെ പേരിൽ ശിക്ഷയില്ല എന്നാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് സങ്കല്പിക്കുക. എന്താണ് സംഭവിക്കുക? പിന്നെ ഹക്കും ബാത്തിലുമില്ലാത്ത സമീപനമായിരിക്കും ഈ ഇതര മതസ്ഥരോട് നാം സ്വീകരിക്കുക. അതേസമയത്ത് ചിലർ ഇങ്ങനെ ഇതരരുടെ, മറ്റുള്ളവരുടെ ഹക്ക് അപഹരിക്കാത്തൊരു നിലപാട് സ്വീകരിക്കുന്നവരും ഉണ്ടാകും. പക്ഷെ പൊതുവിൽ ജനറലി മുസ്ലിങ്ങളുടെ സമീപനം എന്തായിരിക്കും? ഈ ഹക്കും ബാത്തിലില്ലാത്ത സമീപനമായിരിക്കും. ഇതാണ് ഇവിടുത്തെ അന്തരം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം
അവരുടെ വിശ്വാസം അവരുടെ പരിശുദ്ധ വേദഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ആരെങ്കിലും ഒരു പണത്തൂക്കം, ഒരു കടുകുമണി തൂക്കം നന്മ ചെയ്താൽ അതവൻ കാണും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ആരെങ്കിലും കടുകുമണി തൂക്കം ഷെറ് ചെയ്താൽ അതും അവൻ കാണും. അതാരോട് ചെയ്തു എന്നത് വിഷയമല്ല. ഹിന്ദുവിനോടായാലും ക്രിസ്ത്യാനിയോടായാലും നിരീശ്വരനോടായാലും അതിക്രമം ചെയ്യാൻ പാടുള്ളതല്ല. അവരുടെ സ്വത്ത് അപഹരിക്കാൻ പാടുള്ളതല്ല. അവർ വിശ്വസിച്ചേൽപ്പിച്ചത് അവർക്ക് തിരിച്ചു കൊടുത്തേ തീരൂ. അല്ലാതിരുന്നാൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും, അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടും. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ലോകത്ത് ഒരു കൊമ്പുള്ള കാള കൊമ്പില്ലാത്ത ഒരു കാളയെ കുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല നാളെ മഹ്ശറ വൻസഭയിൽ ഈ കൊമ്പുള്ള കാളയും കൊമ്പില്ലാത്ത കാളയെയും ജീവിപ്പിക്കും. എന്നിട്ട് ദുനിയാവിൽ കൊമ്പില്ലാത്ത കാളക്ക് കൊമ്പ് കൊടുക്കും. എന്നിട്ട് ഈ കൊമ്പുള്ള കാളയെ കുത്തിക്കും. എന്നിട്ട് പറയും കുനു തുറാബ. സൂറത്തുൻ നബഇന്റെ അവസാനത്തിൽ പറയുന്നത് അതാണ്. കുനു തുറാബ, നിങ്ങൾ മണ്ണായി പോകുക, നിങ്ങൾക്ക് ഹിസാബും കിതാബൊന്നുമില്ല. അവർക്ക് അനശ്വരമായ ജീവിതമില്ല. ഇങ്ങനെ മൃഗങ്ങളുടെ വിഷയത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നീതി നടപ്പാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ നമുക്കൊക്കെ മനഃപ്പാഠമാണ്. ഒരു പൂച്ചയെ കെട്ടിയിട്ട് അതിന് ഭക്ഷണം കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരു സ്ത്രീ നരകാവകാശിയായി തീർന്നു. പച്ചക്കരളുള്ള എല്ലാറ്റിനോടും ധർമ്മം പുലർത്തണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിനൊക്കെ പ്രതിഫലമുണ്ട്, ശിക്ഷയുണ്ട്. ഇതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഇതര മതവിഭാഗങ്ങളോടൊപ്പം ജീവിക്കുമ്പോൾ അവർ ഒരിക്കലും അമുസ്ലിങ്ങളാണ് എന്നതിൻ്റെ പേരിൽ അനീതിക്ക് വിധേയരാകുകയില്ല, കലാപത്തിന് വിധേയരാകുകയില്ല. എന്നാൽ ഇവിടെ ഈ അഹ്ലു കിതാബുകാരുടെ സമീപനം എന്താണ്? അവരുടെ അഖീദ തന്നെ, അഖീദ എന്ന് പറയുമ്പോൾ അവരുടെ സ്വയംകൃത അഖീദയാണ് ഈ പറയുന്നത്. തങ്ങൾ ഈ മുസ്ലിങ്ങളോട് അല്ലെങ്കിൽ അറബികളോട് അനീതി കാണിച്ചാൽ, അവരെ ഉപദ്രവിച്ചാൽ, അവരെ ബോംബിട്ട് കൊന്നാൽ, അവരുടെ പെണ്ണുങ്ങളെയും കുട്ടികളെയും നിർദാക്ഷിണ്യം വധിച്ചാൽ അതിൻ്റെ ഒന്നും പേരിൽ തങ്ങളോട് ചോദിക്കുകയില്ല, പറയുകയില്ല എന്നതാണ് അവരുടെ നിലപാട്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അതാണിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. യാതൊരു നീതിബോധവുമില്ലാതെ തീർത്തും അന്യായമായി അക്രമപരമായി അവർ ഈ ലോകത്ത് സമീപനങ്ങൾ അനുവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മനസാക്ഷിക്കുത്തും ഒരു ജനത എന്ന നിലക്ക് അവർക്കില്ല. എന്തുകൊണ്ട്? ഇതുകൊണ്ട്. അതെന്തുകൊണ്ടാണ്? ബിഅന്നഹും ഖാലൂ ലൈസ അലൈനാ ഫിൽ ഉമ്മീന സബീൽ. ഈ മതസ്ഥരോട് ഈ വിധം അക്രമപരമായ സമീപനം സ്വീകരിച്ചാൽ അതിൻ്റെ പേരിൽ തങ്ങളെ ചോദ്യം ചെയ്യുകയില്ല. പരിശുദ്ധ ഖുർആനിന്റെ അമാനുഷികത എന്ന് വെച്ചാൽ ഓരോ ആയത്തിനും ഓരോ വാക്കിലുമുണ്ട്. 1400 വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ കാര്യം നാം മിനിയാന്ന് നേരിൽ കണ്ടില്ലേ? ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? ഇത് ത്രികാലജ്ഞനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം ആകുന്നു. എന്നിട്ട് അവരുടെ ഈ നിലപാടിനെ കുറിച്ച് അല്ലാഹു തആല തുടർന്ന് പറയുന്നു, അള്ളാഹുവിന്റെ മേൽ അവർ കള്ളം ആരോപിക്കുകയാണ്. പച്ചക്കള്ളമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഇത് അറിയാത്തതിന്റെ പേരിൽ പറയുന്നതാണെന്ന് ധരിക്കേണ്ടതില്ല. ഇതര മതവിഭാഗങ്ങളോട്, ഇതര ജനതകളോട് അക്രമം കാണിച്ചാൽ, അനീതി കാണിച്ചാൽ, അവരുടെ സ്വത്ത് അപഹരിച്ചാൽ, അവരുടെ ഭൂമി പിടിച്ചെടുത്താൽ, അവരെ സ്വഗ്രഹങ്ങളിൽ നിന്ന് ഇറക്കി വിട്ട് അഭയാർത്ഥികളാക്കിയാൽ അതിന്റെ പേരിൽ തങ്ങളെ ചോദ്യം ചെയ്യുകയില്ല, തങ്ങൾക്ക് ശിക്ഷയില്ല എന്നിവരിൽ പറയുന്നത് അള്ളാഹുവിന്റെ പേരിൽ അവർ കള്ളം ആരോപിക്കുകയാണ്. വഹും യഅലമൂൻ, ഇതറിയാതെ പറയുന്നതാണെന്ന് ധരിക്കേണ്ടതില്ല. വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. തങ്ങൾ ഈ പറയുന്നത് പച്ചക്കള്ളമാണ്. ഇത് പരിശുദ്ധ വേദഗ്രന്ഥത്തിലുള്ളതല്ല, ഇത് പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുള്ളതല്ല. അല്ലാഹു തആല നീതിമാനാകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പേരിൽ അവർ കള്ളം ആരോപിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ നിലപാട് എന്താണെന്ന് പറയുന്നു. ബല, അങ്ങനെയല്ല, അവർ മനസ്സിലാക്കുന്നത് പോലെയല്ല, അവർ പറയുന്നത് പോലെയല്ല. മൻ ഔഫാ ബിഅഹ്ദിഹി, ആർ കരാറുകൾ പാലിക്കുന്നുവോ, അമാനത്തുകൾ പരിപാലിക്കുന്നുവോ, വിശ്വസിച്ചേൽപ്പിച്ചത് തിരിച്ചേൽപ്പിക്കുന്നുവോ, വത്തഖ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്തുവോ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച്, നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് പണ്ടേ അല്ലാഹു തആല പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചതനുസരിച്ച് ആർ വിശ്വസ്തത പാലിക്കുകയും ഹക്കായി കൊണ്ടു നടക്കുകയും ചെയ്തുവോ, ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവരെയാണ് ഇഷ്ടപ്പെടുന്നത്. മറിച്ച് വിശ്വസിച്ചേൽപ്പിച്ചത് പിടുങ്ങുകയും അന്യരുടെ സ്വത്ത് അപഹരിക്കുകയും അവരോട് അനീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിമാനാകുന്നു. നീതിയിൽ അധിഷ്ഠിതമല്ലാത്ത യാതൊരു സമീപനവും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഉണ്ടാകുകയില്ല. അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം അല്ലാഹു തആല ഇവിടെ നിലപാട് വ്യക്തമാക്കുകയാണ്. ഇനി ഇവിടെ ദീനാർ എന്ന് പറഞ്ഞല്ലോ. ദീനാർ എന്നാൽ ഒരു സ്വർണ്ണ നാണയമാണ് എന്നും നാം പറഞ്ഞു. എന്താണ് ദീനാർ എന്നതിനെ കുറിച്ച് മഹാനായ ഇമാം മാലിക് ഇബ്നു ദീനാറിനെ കുറിച്ച് കേൾക്കാത്ത ആരും ഒരു മുസ്ലിമായ മനുഷ്യനും കേരളത്തിൽ ഉണ്ടാവുകയില്ല. കാരണം മാലിക് ഇബ്നു ദീനാറും അതോടൊപ്പം ഏതാണ്ട് 10 ദാഴികളും കൊടുങ്ങല്ലൂരിൽ വന്ന് കപ്പലിറങ്ങിയാണ് കേരളത്തിൽ ദീനീ പ്രബോധനം നിർവഹിച്ചത്. ഏതാണ്ട് 10ഓളം പള്ളികൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ നിർമ്മിക്കുകയുണ്ടായി. അതിലാദ്യത്തെ പള്ളിയാകുന്നു കൊടുങ്ങല്ലൂരിലെ ചേരമാൻ മസ്ജിദ്. ആ മാലിക് ദീനാർ എന്താണ് ദീനാർ എന്ന് പറയുകയുണ്ടായി. ഇന്നമാ സുമ്മിയ ദീനാറു, ദീനാർ എന്ന് പേര് വെക്കാനുണ്ടായ കാരണം ലിഅന്നഹു ദീനുൻ, ദീനാർ എന്ന് പറഞ്ഞാൽ അത് ദീനാണ്, അതോടൊപ്പം വനാർ, നാറുമാണ്. ദീനുമാണ് നാറുമാണ്. അത് ദീനാണ്, അതോടൊപ്പം തീയുമാണ്. ആ ദീനാർ സമ്പാദിക്കുന്ന വിഷയത്തിൽ, അത് ചിലവഴിക്കുന്ന വിഷയത്തിൽ, അതാരെങ്കിലും വിശ്വസിച്ചേൽപ്പിച്ചാൽ, ആരുടെയെങ്കിലും ഹക്ക് അവകാശം കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം ഹക്കനുസരിച്ച് കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ, ഓരോരുത്തർക്ക് കൊടുക്കാനുള്ളത് കൃത്യമായി കൊടുത്ത്, സമ്പാദിക്കാനുള്ള ദീനാറുകൾ നല്ല ഹലാലായ രൂപത്തിൽ മാത്രം സമ്പാദിച്ച് അതേതെല്ലാം വിഷയത്തിൽ വിനിയോഗിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ടോ ആ മാർഗത്തിൽ വിനിയോഗിച്ചുകൊണ്ട്, അങ്ങനെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് അത് ദീനാർ എന്നാൽ ദീനാണ്. അത് നാളെ പാരത്രിക ജീവിതത്തിൽ വിജയം നേടാനുള്ള മാധ്യമമാണ്.
അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാനുള്ള ഒരു സംഗതിയാണ്. മറിച്ച് ഇവിടെ അഹ്ലി കിതാബുകാരെ പോലെ അത് ഹിന്ദുവല്ലേ, അത് ക്രിസ്ത്യാനിയല്ലേ, അവൻ നിരീശ്വരവാദിയല്ലേ, അവൻ കമ്മ്യൂണിസ്റ്റുകാരനല്ലേ, അവനോട് എന്തുമാകാം, അവന്റെ സ്വത്തിന്റെ വിഷയത്തിൽ, അവന്റെ ധനത്തിന്റെ വിഷയത്തിൽ ഹക്കും ബാത്തിലും ഒന്നും നോക്കേണ്ടതില്ല. അതെങ്ങനെയെങ്കിലും ഒക്കെ കവർന്നെടുക്കാം, അവന്റെ കയ്യിൽ നിന്ന് കൊള്ളലാഭമെടുക്കാം. ഇങ്ങനെ ഈ ദീനാറിന്റെ വിഷയത്തിൽ, ധനത്തിന്റെ വിഷയത്തിൽ ആരെങ്കിലും സമീപനം സ്വീകരിച്ചാൽ വനാർ, അതവന് തീയായിരിക്കും. നാളെ ജഹന്നമിലെ തീയിൽ കിടന്നെരിയാനുള്ള ഒരു മാർഗമായി തീരും, ഒരു മാധ്യമമായി തീരും ദീനാർ. അപ്പോൾ ദീനാർ എന്നാൽ അത് ദീനുമാണ്, നാറുമാണ് എന്ന് മഹാനായ മാലിക് ഇബ്നു ദീനാർ പ്രസ്താവിച്ചതായി ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തഫ്സീർ ഇബ്നു കസീർ ഒന്നും അവലംബിച്ചുകൊണ്ട് നാം ക്ലാസ് എടുക്കുകയാണെങ്കിൽ, ഒരായത്ത് വിശദീകരിക്കണമെങ്കിൽ ഒരു ക്ലാസ് ചിലപ്പോൾ മതിയാവൂല. ഒരായത്ത് വിശദീകരിക്കാൻ ഒരു ക്ലാസ് മതിയാവുകയില്ല. അത്രയും സവിസ്തരമായ വിശദീകരണമാണ് ഇമാം ഇബ്നു കസീർ പരിശുദ്ധ ഖുർആനിന് നൽകിയിട്ടുള്ളത്. 12 വാള്യങ്ങളാണ്, 12 വാള്യങ്ങളാണ് തഫ്സീർ ഇബ്നു കസീർ. ഇനി തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ കാര്യം തുടർന്ന് പറയുകയാണ്. ഇന്നല്ലദീന യശ്തറൂന ബിഅഹ്ദില്ലാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരാറുകൾ തുച്ഛമായ വിലക്ക് വിറ്റ് കാശാക്കുന്നവർ, അള്ളാഹുവിന്റെ കൽപ്പനകൾ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ, അള്ളാഹുവുമായി ചെയ്ത കരാറ്, അതുപോലെ തന്നെ മനുഷ്യനുമായി ചെയ്തിട്ടുള്ള കരാറുകൾ, ഈ കരാറുകളെല്ലാം തുച്ഛമായ വിലക്ക് വിറ്റ് കാശാക്കുന്നവർ, നൈമിഷികമായ ഭൗതികമായ ലാഭത്തിന് വേണ്ടി അത് പരിപാലിക്കാതെ അതിൽ കള്ളത്തരം കൂട്ടുന്നവർ, വഅയ്മാനിഹിം എന്ന് മാത്രമല്ല, സ്വന്തം വാഗ്ദാനങ്ങൾ, സ്വന്തം പ്രതിജ്ഞകൾ ഇതെല്ലാം പാലിക്കാതെ അതിൽ കളങ്കം ചേർക്കുന്നവർ. നാം ഒരാളോട് ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിച്ചിരിക്കണം. നാം ഒരാൾക്കൊരു വാഗ്ദാനം നൽകിയാൽ ആ വാഗ്ദാനം നാം നിറവേറ്റിയിരിക്കണം. അത് എത്ര ചെറുതാവട്ടെ, എത്ര വലുതാകട്ടെ. ഒരാൾ ഒരൽപ്പം കാശ് കടം ചോദിച്ചു, അത് തരാമെന്ന് നാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം നൽകിയേ തീരൂ. അഥവാ അത് നൽകാൻ സാധിക്കുകയാണെങ്കിൽ ആ കാര്യം അദ്ദേഹത്തെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ടതുണ്ട്. എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോകാൻ പറഞ്ഞു വെച്ചു, ഇന്നാലൊരു ദിവസം നമുക്ക് പോകണം. പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് അന്യായമായി മുങ്ങാൻ പാടുള്ളതല്ല. ഒരുമിച്ച് ഹജ്ജിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു, ഉംറയ്ക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു, അല്ലെങ്കിൽ അതുപോലെയുള്ള ഏത് കാര്യങ്ങളും പരസ്പരം പറഞ്ഞ് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ വേണ്ടി നിരന്തര പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇങ്ങനെ ജീവിതത്തിലുടനീളം നാം പറയുന്ന വാക്കുകൾ, നമ്മുടെ വാഗ്ദാനങ്ങൾ, നമ്മുടെ പ്രതിജ്ഞകൾ ഇതെല്ലാം നാം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ അത് തുച്ഛമായ വിലക്ക് വിറ്റ് കളയുക എന്ന് വെച്ചാൽ ആ വാക്ക് പാലിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ഒരുപക്ഷെ അതിനു വേണ്ടി ചെലവഴിക്കേണ്ടുന്ന ധനം, ഇതിൻ്റെയൊക്കെ പേരിൽ അതിൽ നിന്ന് പിന്മാറുക എന്ന് പറഞ്ഞാൽ അത് തുച്ഛമായ വിലക്ക് നമ്മുടെ വാക്കുകൾ വിറ്റ് കളയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്ന് കുതറി മാറാൻ വേണ്ടി പരിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അതിലൊക്കെ പഴുതുകൾ കണ്ടെത്തിക്കൊണ്ട് അതിൽ നിന്ന് സ്ലിപ്പാവാൻ വേണ്ടി ശ്രമിക്കുക, ഇതെല്ലാം അള്ളാഹുവുമായുള്ള കരാറുകൾ തുച്ഛമായി വിറ്റ് കളയുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ നാം വാക്ക് മാറുന്നത്, ഈ വാക്ക് പ്രതിജ്ഞ തുച്ഛമായ വിലക്ക് വിറ്റ് കളയുന്നതിന് തുല്യമാണ്. സമനൻ ഖലീലൻ ഉലൈക ലാ ഖലാഖ ലഹും ഫിൽ ആഖിറ, എന്താണ് അവരുടെ അവസ്ഥ? ഉലൈക ലാ ഖലാഖ ലഹും ഫിൽ ആഖിറ,
പാരത്രിക ലോകത്ത് അവർക്ക് യാതൊരു വിഹിതവും ഉണ്ടായിരിക്കുകയില്ല. അവരുടെ അമലുകൾ മുഴുവൻ ബാത്തിലായി പോകും. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ധാളി ധൂളിയാക്കി കളയും. വലാ യുകല്ലിമുഹുമുല്ലാഹ്, കഴിഞ്ഞില്ല, ചെറിയ സംഗതിയല്ല. വാഗ്ദത്ത ലംഘനം, കരാർ ലംഘിക്കൽ ചെറിയ സംഗതിയല്ല. വലാ യുകല്ലിമുഹുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുമായി സംസാരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് നോക്കുകയേയില്ല. അങ്ങേയറ്റത്തെ അവജ്ഞയോടെയും പുച്ഛത്തോടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് നോക്കാതിരിക്കുകയാണ് ചെയ്യുക. വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അവരെ നോക്കുകയില്ല എന്നും അവരെ കടാക്ഷിക്കുകയില്ല എന്നും ഇതിന് അർത്ഥം നൽകിയതായി കാണാൻ സാധിക്കും തഫ്സീറുകളിൽ. വലാ യുസക്കീഹിം, അല്ലാഹു തആല അവരെ സംസ്കരിക്കുകയില്ല, അവരുടെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയില്ല. ഇവിടെ മുസ്ലിങ്ങൾ പരസ്പരമുള്ള കാര്യം മാത്രമല്ല പറയുന്നത്. ഇവിടെ അഹ്ലു കിതാബുകാർ അവരല്ലാത്തവരോട് അതിക്രമം കാണിക്കാം, അവരെ വഞ്ചിക്കാം, അവരോടുള്ള വാക്ക് ലംഘിക്കാം എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് ഇത് അല്ലാഹു തആലയുടെ പേരിലുള്ള കള്ളം ആരോപിക്കലാണ്. ഇതൊന്നും അല്ലാഹു തആല അംഗീകരിച്ചിട്ടുള്ള കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കരാർ പാലിക്കുകയും വിശ്വസ്തത അനുസരിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരെ മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വിഭാഗത്തോടും അനീതി കാണിക്കാൻ പാടുള്ളതല്ല, ആരോടും നൽകിയ വാക്ക് ലംഘിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ നാളെ പരലോകത്ത് അവർക്കൊരു വിഹിതവുമില്ല. അല്ലാഹു തആല അവരോട് സംസാരിക്കുകയില്ല. അല്ലാഹു തആലയുടെ കടാക്ഷം അവർക്ക് ലഭിക്കുകയില്ല. അവരുടെ പാപങ്ങൾ പൊറുക്കുകയില്ല. വലാ യുസക്കീഹിം, സംസ്കരിക്കുകയില്ല. എല്ലാ പാപഭാരവും പേറിക്കൊണ്ടാണ് നാളെ അവർ പാരത്രിക ലോകത്ത് വരിക. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയാണുള്ളത്. ഇതൊക്കെ പഴയ കാലത്ത് സലഫു സ്വാലിഹീങ്ങളായ മുസ്ലിങ്ങൾ അവരുടെ ജീവിതത്തിൽ അക്ഷരം പ്രതി പാലിച്ചു കൊണ്ടിരുന്ന മഹത്തായ മൂല്യങ്ങളാകുന്നു. അവർ മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ലാതെ എല്ലാവരോടും സത്യസന്ധമായും വിശ്വസ്തയോടെയുമാണ് ഇടപാടുകൾ നടത്തിയത്. അതിൻ്റെ പേരിലാണ് ഈ കേരളത്തിൽ പോലും മുസ്ലിങ്ങൾ ഇസ്ലാമിലേക്ക് വരാൻ, ഇവിടുത്തെ ഹിന്ദുക്കൾ ഇസ്ലാമിലേക്ക് വരാൻ കാരണമായി തീർന്നത്. മാലിക്കുദ്ദീനാറും 12 പേരും കേരളത്തിൽ വന്നപ്പോൾ അതിനു മുൻപും അറബികൾ കച്ചവടത്തിന് വേണ്ടി കേരളത്തിൽ വരാറുണ്ടായിരുന്നു, നൂറ്റാണ്ടുകളിലൂടെ, സഹസ്രാബ്ദങ്ങളിലൂടെ. പക്ഷെ ഇസ്ലാം സ്വീകരിച്ച ശേഷം അവർ കച്ചവടത്തിന് വന്നപ്പോൾ അവരുടെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, കൊള്ളക്കൊടുക്കകളിലുള്ള സത്യസന്ധത, വിശ്വസ്തത അനുഭവിച്ചറിഞ്ഞ ഇവിടുത്തെ ഹിന്ദുക്കൾ ആ ഇസ്ലാം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് എന്ന് പറയുന്ന താബിഈ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ അയൽപക്കത്തുള്ള സ്ഥലത്ത് വീടുകൾ വിൽക്കുകയാണെങ്കിൽ അതിന് സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വിലയാണ് ഉണ്ടായിരുന്നത്. കാരണം അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അയൽവാസിയാണ്, അയൽപക്കത്താണ് താമസിക്കുന്നത്. ആ ഒരൊറ്റ കാരണത്താൽ ആ പ്രദേശത്തെ വിലയും നിലയും വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ വില ചോദിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഈ അയൽവാസി വില പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ കൂടെ അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിന്റെ അയൽപക്കമാണ് എന്നതിൻ്റെ പേരിൽ ഒരു വില ചുമത്തി. ഇത് വാങ്ങിക്കാൻ വന്ന ആൾ ചോദിച്ചു, അതെന്താണ്? അപ്പൊ പറഞ്ഞു, ഈ അയൽവാസി, എൻ്റെ അയൽവാസി അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കാണ്, അദ്ദേഹം അയൽപക്കത്തുണ്ട് എന്നതുകൊണ്ട് എൻ്റെ വസ്തുവിന് വില കൂടുതലാണ്. ഇതൊക്കെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ളതാണ്. ഒരു മുസ്ലിമായ മനുഷ്യനുമായി കച്ചവടം ചെയ്താൽ, കൂറ് കച്ചവടം ചെയ്താൽ, വാങ്ങിയാൽ, കൊടുത്താൽ വഞ്ചിക്കപ്പെടുകയില്ല എന്ന ബോധ്യവും അക്കാലത്ത് മറ്റുള്ളവർക്കുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ പരിശുദ്ധ ഖുർആനിലെ
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ്. അത് ജീവിതത്തിൽ പകർത്തി ജീവിച്ചപ്പോഴാണ് ഉണ്ടായിത്തീർന്നത്. ഇനി ഈ അഹ്ലി കിതാബുകാരുടെ മറ്റ് ചില കോപ്രായത്തരങ്ങൾ കൂടി അല്ലാഹു തആല വിവരിക്കുകയാണ്. ഇവിടെ അഹ്ലി കിതാബുകാരെ ഉദാഹരിച്ചുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നതെങ്കിലും ഖിയാമത്ത് നാൾ വരെ ജീവിക്കാനുള്ള എല്ലാവർക്കുമുള്ള ഗൈഡൻസ് ആണ്, മാർഗദർശനമാണ് ഖുർആൻ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ സ്വഭാവം, ആ പെരുമാറ്റം വേറെ ആരനുവർത്തിക്കുകയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അഹ്ലി കിതാബുകാരോട് അവരെ കുറിച്ച് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ആ മാർഗം സ്വീകരിക്കുന്ന, ആ രൂപത്തിലുള്ള കൊള്ളരുതായ്മകൾ അനുവർത്തിക്കുന്നവരോട് അല്ലാഹു തആല അതേ സമീപനമാണ് സ്വീകരിക്കുക എന്ന് നാം മനസ്സിലാക്കണം. വഇന്ന മിൻഹും ലഫരീഖൻ യൽവൂന അൽസിനതഹും ബിൽ കിതാബ്. അവരിൽ ഒരു വിഭാഗമുണ്ട്, അവർ വേദം പാരായണം ചെയ്യുമ്പോൾ, വേദത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അവര് നാക്കിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തും. എന്തിനു വേണ്ടി? ലിതഹ്സബൂഹു മിനൽ കിതാബ്. അവരാ പറയുന്നതൊക്കെ പരിശുദ്ധ വേദഗ്രന്ഥത്തിലുള്ളതാണ് എന്ന് നിങ്ങൾ ശ്രോതാക്കൾ വിചാരിക്കുന്നതിന് വേണ്ടി. എന്നാലോ വമാ ഹുവ മിനൽ കിതാബ്, അത് വേദഗ്രന്ഥത്തിലുള്ളതൊന്നുമല്ല. വയഖൂലൂന ഹുവ മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണ് എന്നവർ പറയും. ചിലപ്പോൾ നേർക്ക് നേരെ വേദസൂക്തത്തിലായിരിക്കൂല കൃത്രിമം കാണിക്കുക. വേദസൂക്തം യഥാർത്ഥ രൂപത്തിൽ തന്നെ വായിക്കും, ഓതും. എന്നിട്ട് പിന്നെ വിശദീകരണം പാവപ്പെട്ട വിവരമില്ലാത്ത ഈ പ്രേക്ഷകർ, അനുവാചകർ, അവർ മനസ്സിലാക്കും ഈ പറയുന്നതൊക്കെ തന്നെ ഈ വേദസൂക്തത്തിൽ വന്നിട്ടുള്ളതാണ്, അതിൻ്റെ യഥാർത്ഥ വിശദീകരണമാണ്. വയഖൂലൂന ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ് എന്ന് അവർ പറയും. വമാ ഹുവ മിൻ ഇൻദില്ലാഹ്, എന്നാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതല്ല. വയഖൂലൂന അലല്ലാഹിൽ കദിബ വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പേരിൽ അവർ കള്ളം ചമക്കുകയാണ് ചെയ്യുന്നത്. ഇത് പരിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഹദീസുകളുടെ വിഷയത്തിൽ പോലും ചില പണ്ഡിത വേഷധാരികൾ അനുവർത്തിക്കുന്നതായി കാണാൻ സാധിക്കും. കേരളത്തിലെ വലിയ ഒരു പണ്ഡിതൻ ഒരു പ്രസംഗത്തിൽ, ആയിരക്കണക്കായ ആളുകൾ മുമ്പിലുണ്ട്, ഞാനും ഉണ്ട് ആ കൂട്ടത്തില്. ഇപ്പോഴല്ല, ഒരു 10-35 വർഷങ്ങൾക്ക് മുൻപാണ്. ഞാൻ കുവൈത്തിലേക്കൊക്കെ വരുന്നതിന് മുൻപാണ്, 1981 ഞാൻ കുവൈത്തിൽ വരുന്നത്. അന്ന് ഈ പണ്ഡിതന്റെ പ്രസംഗം എവിടെയുണ്ടെങ്കിലും, അത് എത്രയോ കിലോമീറ്ററുകൾ ദൂരെയാണെങ്കിലും, അന്ന് ഞാൻ ഇവിടുത്തെ SSF സെക്രട്ടറിയാണ്, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ മഹല്ല് സെക്രട്ടറിയാണ്. എല്ലാ കുട്ടികളെയും കൂട്ടി ജീപ്പിൽ കൊണ്ടുപോകും അങ്ങോട്ട് കേൾക്കാൻ വേണ്ടി. അത്ര നല്ല പ്രസംഗ, സൂപ്പർ പ്രസംഗമാണ്. മാഷാ അല്ലാഹ്. ആ പ്രസംഗത്തിൽ ഒരു ഖുർആൻ ആയത്തൊക്കെ ഉദ്ധരിക്കുന്നത് കേട്ടാണ്ടല്ലോ, അത് ആകാശലോകത്ത് നിന്ന് ഇപ്പം അങ്ങോട്ട് ഇറങ്ങി വരുന്നതാണ് തോന്നുന്നു. അത്ര ആകർഷകമായ രൂപത്തിലാണ്. ആളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ അന്ന് അദ്ദേഹത്തിന്റെ യുവത്വത്തിന്റെ കാലഘട്ടമാണ്. അങ്ങേയറ്റം ആകർഷകമായ പ്രസംഗമാണ്. അതിലൂടെയാണ് ആളെ കൂട്ടിയത്. എന്നിട്ട് ഒരു പ്രസംഗത്തിൽ സൂറത്തുൽ മുജാദലയിലെ ഒരായത്ത് അദ്ദേഹം അങ്ങ് ഉദ്ധരിച്ചു. 19ാമത്തെ ആയത്താണ് സൂറത്തുൽ മുജാദലയിൽ. എന്നിട്ട് ഏതാണ് ആയത്ത്? ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്വാൻ ഫഅൻസാഹും ദിക്റല്ലാഹ് ഉലൈക ഹിസ്ബുശ് ശൈത്വാനി അലാ ഇന്ന ഹിസ്ബശ് ശൈത്വാൻ ഹുമുൽ ഖാസിറൂൻ. ആയത്ത് ഇതാണ്. പക്ഷെ ആയത്തിന്റെ ആദ്യം പറഞ്ഞില്ല, ആദ്യത്തെ പരിഭാഷയൊന്നും പറഞ്ഞില്ല. അതിന്റെ മുമ്പത്തെ ആയത്തുമായി ബന്ധമുള്ളതാണിത്. അതേതായാലും വേണ്ടിയില്ല.
ആയത്തോതി. എന്നിട്ട് ആള് കുറെ മുസ്ലിം സമുദായത്തിലെ സംഘടനകളുടെ പേരൊക്കെ എടുത്ത് പറഞ്ഞു. ജമാഅത്ത്, മുജാഹിദ്, തബ്ലീഗ്, ഖാദിയാനി. ഖാദിയാനികളുടെ പേരും ആ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞു. വമ്പിച്ച വഞ്ചനയാണ്, വമ്പിച്ച കൃത്രിമത്വമാണ് അവിടെ ചെയ്തത്. കാരണം ഖാദിയാനികൾ കാഫിറുകളാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ് എന്ന അടിസ്ഥാനപരമായ വിശ്വാസം കൈയൊഴിച്ചുകൊണ്ട് പ്രവാചകന്മാർ ഇനിയും വരും, പാകിസ്ഥാനിലെ ഖാദിയാനിൽ ജീവിച്ച അഹമ്മദ് ഖാദിയാനി എന്ന മുത്തം കള്ളൻ ക്ലോസറ്റിൽ വീണുകൊണ്ടാണ് ആള് ഈ ലോകത്ത് നിന്ന് പോയത്. അങ്ങനെയുള്ള അഹമ്മദ് ഖാദിയാനി പ്രവാചകനാണെന്ന് വിശ്വസിച്ച് നടക്കുന്ന, മക്കയിലേക്ക് പ്രവേശനം നിഷേധിച്ച, ഹജ്ജിന് പോകാൻ പറ്റാത്ത, അവർക്ക് ഹജ്ജ് വക്കത്ത് പോകേണ്ട കാര്യമില്ല, അവർക്ക് ഹജ്ജ് ഖാദിയാനിലേക്കാണ് പോവുക. അങ്ങനെയുള്ള കൂട്ടരെ ഈ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയെയും മുജാഹിദിനെയും തബ്ലീഗ് ജമാഅത്തിനെയും പറഞ്ഞ കൂട്ടത്തിൽ ഈ പറഞ്ഞ ഖാദിയാനികളെയും എണ്ണി പറഞ്ഞു. എന്നിട്ട് ഈ ആയത്തിന്റെ വിശദീകരണം പറയാണ്. അവരൊക്കെ ശൈത്താന്റെ ഹിസ്ബാണ്, ശൈത്താന്റെ പാർട്ടിയാണ്. അലാ ഇന്ന ഹിസ്ബശ് ശൈത്താനി ഹുമുൽ ഖാസിറൂൻ. അറിയുക, ശൈത്താന്റെ കക്ഷികൾ അവരാകുന്നു നഷ്ടകാരികൾ, അവരാകുന്നു നരകവാസികൾ. വിശദീകരണം പറയണം. ആളിപ്പോഴുണ്ട്, ഇപ്പോഴുണ്ട്. ഇയാളുടെ ഈ കള്ളത്തരം ബോധ്യപ്പെട്ടപ്പോൾ, അന്ന് ഈ ആയത്തോതിയപ്പത്തിയുള്ള കള്ളത്തരം എനിക്ക് തിരിഞ്ഞിട്ടില്ല. ഞാൻ കുവൈത്തിൽ പോയി. ഇയാൾ കുവൈത്തിലും വരുമായിരുന്നു, ഇപ്പോഴും വരാറുണ്ട്. അങ്ങനെ 989 കുവൈത്തിൽ വന്നു. കുവൈത്തിൽ വെച്ച് ചരിത്ര പ്രസിദ്ധമായ ഒരു കരാർ ഒപ്പിട്ടു വസാറത്തുൽ ഔഖാഫിൽ. അന്നത്തെ ഷെയ്ഖ് നാദർ നൂരി വസാറത്തുൽ ഔഖാഫ് ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് ജമാഅത്തുകാരും മുജാഹിദുകളും സുന്നികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇയാളും ഗ്രൂപ്പായ ശേഷമാണ് ഇയാൾ ഒരു ഗ്രൂപ്പുണ്ട്. അവിടെ വെച്ച് നടന്ന ആ ചർച്ച അറബിയിൽ നേർക്ക് നേരെ കേട്ട ആളാണ് ഞാൻ, ആദ്യം മുതൽ അവസാനം വരെ. അവിടെ വെച്ച് പല നുണയും അയാൾ പറഞ്ഞു. അങ്ങനെ കരാർ ഒപ്പിട്ട് പിന്നീട് പുറത്തു വന്നിട്ട് കരാറിൽ നിന്ന് കുതറി മാറി. അങ്ങനെ ഇയാളുടെ കള്ളത്തരം പൂർണ്ണമായി ബോധ്യം വന്ന ശേഷം ഞാൻ അയാളെ വിട്ടു എന്ന് മാത്രമല്ല, അന്ന് മുതൽ ഇന്ന് വരെ അയാൾക്കും അയാളുടെ ഗ്രൂപ്പിനുമെതിരെ ശബ്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരാൾക്കുമെതിരെയും മറ്റൊരു ഗ്രൂപ്പുകൾക്കെതിരെയും ഞാൻ അങ്ങനെ ശബ്ദിക്കാറോ സംസാരിക്കാറോ ഇല്ല. ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള വിയോജിപ്പ് എടുത്തു പറഞ്ഞു എന്ന് വരും. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ അഹ്ലി കിതാബുകാരിൽ അവർ അള്ളാഹുവിന്റെ വേദസൂക്തമാണെന്ന പേരിൽ പലതും ഉദ്ധരിക്കുകയും അങ്ങനെ അത് വേദഗ്രന്ഥത്തിൽ നിന്നുള്ളതാണ് എന്ന് വരുത്താൻ വേണ്ടി പല പല കളികളും കളിക്കുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹു തആല പറയുന്നതാണെന്ന് പറയും. എന്നാൽ അത് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതല്ല. വയഖൂലൂന അലല്ലാഹിൽ കദിബ വഹും യഅലമൂൻ. അവർ അറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പേരിൽ കള്ളത്തരം പറയുകയാണ്. ഞാൻ ഈ പറഞ്ഞ ആൾ, അയാൾക്ക് വ്യക്തമായി അറിയാം ഖാദിയാനികൾ എന്നാൽ കാഫിറുകളാണെന്ന്. അറിയാതെയാണോ ഈ മുസ്ലിം സമുദായത്തിലെ ഉത്തരവാദപ്പെട്ട സംഘടനകളെ ആ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞത്? ഈ ആയത്തിൽ പറയുന്ന ഹിസ്ബു ഷൈത്താൻ എന്നാൽ ഈ മുസ്ലിം സമുദായത്തിലെ സംഘടനകളല്ല എന്ന് അയാൾക്ക് നല്ലപോലെ അറിയാം. എന്നല്ല 989 ഈ കരാർ വേളയിൽ ആ സദസ്സിൽ വെച്ച് ഷെയ്ഖ് നാദർ നൂരി ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു, ഞാൻ കേരളത്തിൽ വന്നിട്ടുണ്ട് പല പ്രാവശ്യം. കേരളത്തിലെ മുസ്ലിങ്ങളെ കുറിച്ച് എനിക്ക് വലിയ മതിപ്പാണുള്ളത്. കേരളത്തിലെ മുസ്ലിങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള പള്ളികൾ, മദ്രസകൾ, കോളേജുകൾ, അത്രയും സ്ഥാപനങ്ങൾ അറബികളിൽ എല്ലാവരും പരിശ്രമിച്ചാൽ അതിന്റെ പകുതി ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. ഇല്ലാ യശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ. എന്താ കാര്യം?
അറബ് ലോകത്തുള്ള പള്ളി, മദ്രസും കോളേജൊക്കെ അവിടുത്തെ ഗവൺമെന്റ് ഖജനാവെന്ന് ഉണ്ടാക്കിയതാ. എന്നാൽ കേരളത്തിൽ, പ്രത്യേകിച്ച് അന്ന് 989 ഈ ഗൾഫിന്റെ പണമൊന്നും വല്ലാതെ വരാത്ത കാല, മുസ്ലിം വനിതകൾ അവരുടെ കാതും കഴുത്തും ചിറ്റും കമ്മലും അഴിച്ചു കൊടുത്തും ഇവിടുത്തെ കർഷക തൊഴിലാളികളായ മുസ്ലിം സാധാരണക്കാർ അധ്വാനിച്ച് അവരുടെ ചോരയുടെയും വിയർപ്പിന്റെയും വിലയായിരുന്നു ഈ കേരളത്തിലെ സ്ഥാപനങ്ങൾ. അതിന്റെ പകുതി അറബികൾ വിചാരിച്ചാൽ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതേസമയം നിങ്ങൾ അവിടെ ഭൂരിപക്ഷവും അമുസ്ലിങ്ങളാണ്. നിങ്ങൾ മുസ്ലിങ്ങൾ പരസ്പരം ഐക്യത്തോടുകൂടി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റി നിർത്തി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ അമുസ്ലിങ്ങൾക്ക് താഴത്തെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് പോലും അത് ദോഷകരമായി തീരും. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർത്തുകൊണ്ട് നിങ്ങൾ ഒരു കരാറിലെത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കാൻ വേണ്ടി അവിടെ ഒരുമിച്ച് കൂടിയ നദ്വത്തുൽ മുജാഹിദിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ഈ പറഞ്ഞ ആള്, അയാളോടൊപ്പം അദ്ദേഹത്തിന്റെ വേറെയും 1-2 പേരുണ്ട്, അവരെ ക്ഷണിച്ചു. ആരും മുന്നോട്ട് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഷെയ്ഖ് നാദർ ദൂരി തന്നെ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, ഇദ്ദേഹത്തോട് നേർക്ക് നേരെ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഈ നദ്വത്തുൽ മുജാഹിദിൻകാരോടും ജമാഅത്ത് ഇസ്ലാമിയോടുള്ള അഭിപ്രായ വ്യത്യാസം? അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് എൻ്റെ മനസ്സിൽ കല്ലിൽ കൊത്തുവെച്ചതുപോലുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞതെന്നറിയോ? ഞങ്ങൾ തമ്മിൽ ഈ അത്ര വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. അതൊക്കെ ജറായിദുകൾ എന്ന് വെച്ചാൽ പത്രമാധ്യമങ്ങൾ പറഞ്ഞ് പർവ്വതീകരിക്കുന്നതാണ്. അക്സറുഹും കദിബ, അതിലധികവും കള്ളമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അക്സറുഹും കദിബ, അതിൽ അധികവും കള്ളമാണെന്നാണ് പറഞ്ഞത്. എന്ന ഇദ്ദേഹമാണ് ഈ ആയത്ത് ധരിച്ചുകൊണ്ട്, ഈ പരിശുദ്ധ ആയത്ത് ധരിച്ചുകൊണ്ട് ഈ പറയപ്പെട്ട സംഘടനകളൊക്കെ ഹിസ്ബു ശൈത്താനാണ്, ഹിസ്ബു ശൈത്താൻ പരലോകത്ത് നഷ്ടകാരികളാണ് എന്ന് പറഞ്ഞത്. അത് നേരത്തെ പറഞ്ഞതാ. അത് ഞാൻ കുവൈത്തിൽ 981 കുവൈത്തിൽ പോകുന്നതിന് മുമ്പാ, ഒരു 80-ലൊക്കെയാണ്, 89-ലാണ് ഈ വർത്തമാനം പറയുന്നത്. അപ്പോൾ അറിയാത്തത് കൊണ്ടല്ല, അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ കള്ളം ചമക്കുകയാണ്. അപ്പൊ അഹ്ലി കിതാബുകാർ ചെയ്താൽ അല്ലാഹു തആല ചോദ്യം ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യും. എന്നാൽ മുസ്ലിം സമുദായത്തിലുള്ളവർ ചെയ്താൽ അല്ലാഹു തആല വെറുതെ വിടുമെന്നാണോ? അത് അഹ്ലി കിതാബുകാരുടെ വാദമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളിക്കളഞ്ഞിട്ടുണ്ട്. സൂറത്ത് യാസീൻ പറഞ്ഞതാ. ഇന്നേ ദിവസം ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല പറയാ, ഫൽയൗമ ലാ തുളമു നഫ്സുൻ ഷൈആ, ഇന്നേ ദിവസം ആരോടും യാതൊരു അനീതിയും പ്രവർത്തിക്കുകയില്ല. ഫൽയൗമ ലാ തുളമു നഫ്സുൻ ഷൈആ വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ ഫലമല്ലാതെ നൽകുകയുമില്ല. സൽക്കർമ്മം പ്രവർത്തിച്ചവർക്ക് അതിന്റെ പ്രതിഫലം നൽകും, ദുഷ്കർമ്മം പ്രവർത്തിച്ചവർക്ക് അതിന്റെ ശിക്ഷ നൽകും. അപ്പോൾ ഇവിടെ കക്ഷിപക്ഷഭേദമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്കമുൽ ഹക്കീമീനാണ്, ന്യായാധിപന്മാരിൽ ഏറ്റവും വലിയ ന്യായാധിപനാണ്, നീതിമാന്മാരിൽ നീതിമാനാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ സമീപനം സ്വീകരിക്കുന്ന ആളുകൾ അവരെ തിരുത്താൻ നാം ബാധ്യസ്ഥരാണ്. അവരെ തിരുത്താൻ കഴിയുന്നില്ലെങ്കിൽ ചുരുങ്ങിയത് അവരോട് അകലം പാലിക്കാനും അവരെ പിന്തുണക്കാതിരിക്കാനുമുള്ള മിനിമം സമീപനമെങ്കിലും നാം സ്വീകരിക്കേണ്ടതുണ്ട്. മാ കാന ലിബശരിൻ അൻ യുഅ്തിയല്ലാഹുൽ കിതാബ വൽ ഹുക്മ വൻ നുബുവ, ഒരു മനുഷ്യനും ഭൂഷണമല്ല
അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥം നൽകുകയും അങ്ങനെ തത്വജ്ഞാനവും പ്രവാചകത്വവും ഒക്കെ നൽകുകയും ചെയ്തു. സുമ്മ യഖൂല ലിന്നാസി കുനൂ ഇബാദൻ ലീ മിൻ ദൂനില്ലാഹ്, എന്നിട്ട് ജനങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ എനിക്ക് എൻ്റെ ദാസനാകുക, എനിക്ക് ഇബാദത്ത് ചെയ്യുക എന്ന് പറയുക ഒരാൾക്കും ഒരു പ്രവാചകനും ഭൂഷണമല്ല. സുമ്മ യഖൂല ലിന്നാസി കുനൂ ഇബാദൻ ലീ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ എൻ്റെ ദാസന്മാരാകുക എന്ന് പറയുക സാധ്യമല്ല. ഇതിവിടെ പ്രത്യേകം പറയാൻ കാരണം അഹ്ലു കിതാബുകാരെ കുറിച്ചാണ് പറഞ്ഞത്. അഹ്ലു കിതാബുകാരിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ആരാധിക്കുന്നവരാണ്. ജൂതന്മാരിൽ ഉസൈർ എന്ന് പറയുന്ന മഹാൻ അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്. ഒരിക്കലും പ്രവാചകന്മാർ അത് ചെയ്യുകയില്ല. കാരണം അല്ലാഹു തആല അവർക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു, അവർക്ക് ഹുക്മ നൽകിയിട്ടുണ്ട്, പ്രവാചകത്വം നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദീനിലേക്ക്, ഏകനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള ദഅവത്തിലേക്ക് ക്ഷണിക്കാനാണ്. ഒരിക്കലും അവരിത് പറയുകയില്ല, ചെയ്യുകയില്ല, ചെയ്തിട്ടുമില്ല. വലാകിൻ, പിന്നെന്താണ് അവർ പറഞ്ഞത്? കുനൂ റബ്ബാനിയീന ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുൻതും തദ്റുസൂൻ, നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെടുന്ന, നിങ്ങൾക്ക് പ്രബോധനം ചെയ്യപ്പെടുന്ന ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യുക. ആ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് റബ്ബാനികളായിക്കൊണ്ട് ജീവിക്കുക. റബ്ബാനികൾ എന്നാൽ അല്ലാഹു തആല അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങൾ പഠിക്കുകയും അതിലെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കുകയും അത് ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യുകയും ചെയ്യുന്നവർക്കാണ് റബ്ബാനികൾ എന്ന് പറയുക. അതുകൊണ്ടാണ് ജൂതവേദ പണ്ഡിതന്മാർക്ക് റിബ്ബികൾ എന്നാണ് പറയുക. റബ്ബാനി എന്ന അറബി പദത്തിന്റെ ഹിബ്രു വാക്കാകുന്നു, പര്യായ പദമാകുന്നു ഇരിബ്ബികൾ. ഇരിബ്ബികൾ എന്നാണ് അവരിലെ പണ്ഡിതന്മാർക്ക്, പുരോഹിതന്മാർക്ക് പറയുക. അതുപോലെ തന്നെ ക്രൈസ്തവ പുരോഹിതന്മാർക്കും അങ്ങനെ തന്നെയാണ് പറയുക. അപ്പോ അല്ലാഹു തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ചു കൊണ്ട് വേദഗ്രന്ഥത്തിൽ പഠിപ്പിച്ചതിൻ പ്രകാരം ജീവിക്കണമെന്ന് മാത്രമാണ് ഈ പ്രവാചകന്മാർ പറഞ്ഞത്. ഒരിക്കലും അവർക്ക് ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അത് ആ പ്രവാചകന്മാരുടെ കാലശേഷം നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാകുന്നു. അതുപോലെ തന്നെ ആ പ്രവാചകന്മാർ മലക്കുകളെയോ അല്ലെങ്കിൽ മുൻകഴിഞ്ഞ ഏതെങ്കിലും പ്രവാചകന്മാരെയോ റബ്ബുകളായി സ്വീകരിക്കണമെന്നും ഒരിക്കലും അവർ പറയുകയില്ല. നിങ്ങൾ മുസ്ലിങ്ങളായി കഴിഞ്ഞ ശേഷം പിന്നീട് ആ പ്രവാചകന്മാർ നിങ്ങളോട് കാഫിറുകളാകാൻ, അള്ളാഹുവിനോട് ധിക്കാരം കൈക്കൊള്ളാൻ കൽപ്പിക്കുകയോ? അസംബന്ധം, ഒരിക്കലും സംഭവിക്കാത്ത സംഗതിയാകുന്നു. وَإِذَا أَخَذَ اللَّهُ مِيثَاقَ النَّبِيِّينَ لَمَا آتَيْتُكُم مِّن كِتَابٍ وَحِكْمَةٍ ثُمَّ جَاءَكُمْ رَسُولٌ مُصَدِّقٌ لِّمَا مَعَكُمْ لَتُؤْمِنُنَّ بِهِ وَلَتَنصُرُنَّهُ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്മാരിൽ നിന്നും ഒരു കരാർ വാങ്ങിയ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ കരാറിനെ കുറിച്ച് സൂറത്തുൽ അറാഫിലും വേറെ ചില ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിട്ടുണ്ട്. എന്താണ് ഈ മുൻകഴിഞ്ഞ പ്രവാചകന്മാരിൽ നിന്ന് അല്ലാഹു തആല കരാർ വാങ്ങിയത്? നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ സന്ദേശത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും പ്രവാചകന്മാർ ആഗതരാകുകയാണെങ്കിൽ, ഇനി നിങ്ങൾക്ക് ശേഷം അല്ലാഹു തആല നിയോഗിച്ച പ്രവാചകന്മാർ ആഗതരാകുകയാണെങ്കിൽ, ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു, ആ പ്രവാചകന്മാരിൽ വിശ്വസിക്കുമെന്നും അവരെ സത്യപ്പെടുത്തുമെന്നും അവരെ സഹായിക്കുമെന്നും അല്ലാഹു തആല എല്ലാ പ്രവാചകന്മാരിൽ നിന്നും കരാർ വാങ്ങുകയുണ്ടായി. മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ പലപ്പോഴും ഒരേ കാലഘട്ടത്തിൽ ഒന്നിലധികം പ്രവാചകന്മാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇസ്രായേൽ സമുദായത്തിൽ ഒരു പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം കാലഗതി പ്രാപിക്കുന്നതിന് മുൻപ്
വേറെ പ്രവാചകൻ നിയോഗിക്കപ്പെടാറുണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഒരു പ്രവാചകൻ മരിച്ചു വൈകാതെ മറ്റൊരു പ്രവാചകൻ നിയോഗിക്കപ്പെടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രവാചകന്മാരൊക്കെ തന്നെ അവരുടെ കാലത്ത് മറ്റൊരു പ്രവാചകൻ വരുമ്പോൾ ആ പ്രവാചകനിൽ വിശ്വസിക്കുകയും അവരെ സഹായിക്കുകയും അവരുടെ സഹായികളായി നിലകൊള്ളുകയും ചെയ്യുന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. അതോടൊപ്പം താങ്കളുടെ സമൂഹത്തോട് അവർ പറഞ്ഞിരുന്നു, ഇതാ എനിക്ക് ശേഷം ഇനി പ്രവാചകന്മാർ വരും, വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെടും, അപ്പോൾ നിങ്ങൾ ആ പ്രവാചകന്മാരെ അനുധാവനം ചെയ്യുകയും അവരോടൊപ്പം നിലകൊള്ളുകയും അവരെ സഹായിക്കുകയും വേണം. ഇങ്ങനെ ഒരേ കാലത്ത് ജീവിച്ച ഒന്നിലധികം പ്രവാചകന്മാരെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് മകൻ ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും ഒക്കെ ജീവിച്ചത്. അപ്രകാരം തന്നെ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതകാലത്ത് തന്നെയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം പ്രവാചകനായി തീർന്നത്. അങ്ങനെയാണല്ലോ യൂസുഫ് നബി അലൈഹിസ്സലാം ഫലസ്തീനിൽ ജീവിച്ചിരുന്ന യാക്കൂബ് നബിയെയും കുടുംബത്തെയും ഈജിപ്തിലേക്ക് ക്ഷണിച്ച് അവർ ഈജിപ്തിൽ അധിവാസം ഉറപ്പിച്ചത്. അപ്രകാരം തന്നെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ തന്നെ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല നിയോഗിച്ചു. മൂസാ നബിയുടെ ആവശ്യപ്രകാരമാണ്. പിന്നീട് ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് തന്നെയാണ് യൂഷ നബി അലൈഹിസ്സലാം ജീവിച്ചത്. യൂഷ നബി അലൈഹിസ്സലാമിൻ്റെ പിന്മുറക്കാരനായിക്കൊണ്ടാണ് ദാവൂദ് നബി അലൈഹിസ്സലാം വരുന്നത്. ദാവൂദ് നബിയുടെ കാലഘട്ടത്തിൽ തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാം, അപ്രകാരം തന്നെ ഏറ്റവും ഒടുവിൽ സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ മകനായി യഹ്യ നബി ജനിച്ചു. അതുപോലെ തന്നെ യഹ്യ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് തന്നെ ഈസാ നബി അലൈഹിസ്സലാം പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു. 2 പ്രവാചകന്മാർ ഒരേ കാലഘട്ടത്തിൽ ജീവിക്കുകയുണ്ടായി. അപ്പോഴൊക്കെ പിന്നീട് വരുന്ന പ്രവാചകൻ, ആദ്യം വന്ന പ്രവാചകൻ പിന്നീട് വരുന്ന പ്രവാചകനിൽ വിശ്വസിക്കുകയും ആ പ്രവാചകന്റെ സഹായിയായി തീരുകയും ചെയ്തു. ഇത് അല്ലാഹു തആല ഈ പ്രവാചകന്മാരോട് കരാർ വാങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് ഇവിടെ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഇത് ഇവിടെ പറയുന്നത് ഖാല അല്ലാഹു തആല ഈ പ്രവാചകന്മാരോട് ചോദിച്ചു, അഖറർതും വഅഖദ്തും അലാ ദാലികും ഇസ്രി, ഞാൻ ഈ പറയുന്ന കരാറുകൾ നിങ്ങൾ സ്വീകരിച്ചില്ലയോ? ഈ കരാർ പ്രകാരം നിങ്ങൾ നിലപാട് സ്വീകരിക്കുകയില്ലയോ എന്ന് അല്ലാഹു തആല ചോദിച്ചു. ഖാലു, ആ പ്രവാചകന്മാരെല്ലാവരും പറഞ്ഞു, അഖറർന, അതെ ഞങ്ങളെല്ലാവരും അംഗീകരിച്ചിരിക്കുന്നു, സമ്മതിച്ചിരിക്കുന്നു. ഖാല ഫശ്ഹദു വഅന മഅകും മിനശ് ഷാഹിദീൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്നാൽ ഈ കാര്യത്തിന് നിങ്ങളെല്ലാവരും സാക്ഷികളാകുക, ഞാനും സാക്ഷിയാകുന്നു. ഫമൻ തവല്ല ബഅദ ദാലിക്, ആരെങ്കിലും പിന്നീട് ഈ കരാറിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാകുന്നു ഫാസിഖുകൾ, അവരാകുന്നു തെമ്മാടികൾ, അവരാകുന്നു തോന്നിവാസികൾ. ഇവിടെ ഈ കാര്യം പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ച്. ഈ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെല്ലാം അവരുടെ സമുദായങ്ങളെ തെര്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവസാനത്തെ വേദഗ്രന്ഥത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമെന്ന്, അത് ഏത് പ്രദേശത്ത് ഏത് ജനതയിൽ വരുമെന്ന് പോലും അവർക്കറിയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ വേദഗ്രന്ഥങ്ങളിൽ അതുണ്ടായിരുന്നു. എല്ലാ ഭേദഗതികൾക്കും അതീതമായി ഇപ്പോഴും തൗറാത്തിലും ഇഞ്ചീലിലും അതിൻ്റെ പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നിരിക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതിരിക്കാൻ നിങ്ങൾക്ക് നിർവാഹമില്ല. നബിയുടെ സഹായികളായിക്കൊണ്ട് രംഗത്ത് വരിക എന്നത് നിങ്ങൾ വിശ്വസിച്ചാതിരിക്കുന്ന പ്രവാചകന്മാർ തന്നെ കരാർ ചെയ്തിട്ടുള്ളതിൻ്റെ ഭാഗമാണ്. ആ പ്രവാചകന്മാർ നിങ്ങളോട് പറഞ്ഞത് അനുസരിക്കുന്നതിൻ്റെ ഭാഗമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുകയുണ്ടായി, വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അള്ളാഹുവാണ് സത്യം, ആ അള്ളാഹുവാണ് സത്യം. ലൗ അസ്ബഹ ഫീകും മൂസ അലൈഹിസ്സലാം, നിങ്ങളുടെ കൂട്ടത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറയുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ മൂസ നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്നുവെങ്കിൽ, എന്നിട്ട് നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതെ, എന്നെ പിൻപറ്റാതെ മൂസാ നബിയിൽ വിശ്വസിക്കുകയാണെങ്കിൽ ലവലൽത്തും, നിങ്ങൾ വഴി പിഴച്ചു പോകുമായിരുന്നു, നിങ്ങൾക്ക് സന്മാർഗം സ്വീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇതേ സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഹദീസിൽ പറഞ്ഞു, ലൗ കാന മൂസ വഈസ ഹയ്യൈൻ, മൂസാ നബിയും ഈസാ നബി അലൈഹിസ്സലാമും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ, നബിയുടെ കാലത്ത് അവർ രണ്ടുപേരും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ, ലമാ വസിയഹുമാ ഇല്ലത്തിബായി, അവർ രണ്ടുപേർക്കും എന്നെ ഇത്തിബാഴ് ചെയ്യൽ നിർബന്ധമാകുമായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടാൽ പിന്നീട് നബിയെ ഇത്തിബാഴ് ചെയ്യണം, നബിയെ സഹായിക്കണമെന്ന് അല്ലാഹു തആല എല്ലാ പ്രവാചകന്മാരോടും കരാർ വാങ്ങിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഈസാ നബി അലൈഹിസ്സലാം ഇനി വീണ്ടും ഈ ലോകത്ത് സമാഗതനാകുമെന്ന് നാം കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ വിവരിക്കുകയുണ്ടായിട്ടുണ്ട്. കാരണം ഈസാ നബി അലൈഹിസ്സലാം ജീവനോടെ ഈ ലോകത്ത് നിന്ന് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി അല്ലാഹു തആലയുടെ തീരുമാനപ്രകാരം ഈസാ നബി അലൈഹിസ്സലാം ഈ ഭൂമിയിൽ തിരിച്ചു വരികയും അങ്ങനെ സ്വാഭാവിക മരണം പ്രാപിച്ചുകൊണ്ട് ഇവിടെ ഖബറടക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു തആലയുടെ തീരുമാനമാണ് എല്ലാ മനുഷ്യരുടെയും വിഷയത്തിൽ. മിൻഹാ ഖലഖനാകും, ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. വഫീഹാ നുഈദുകും, ആ മണ്ണിലേക്ക് തന്നെ നാം നിങ്ങളെ മടക്കും. വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ, പിന്നീട് ആ മണ്ണിൽ നിന്ന് നാം അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാകുന്നു. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം വീണ്ടും വരും. വന്നു കഴിഞ്ഞാൽ ഈസാ നബി അലൈഹിസ്സലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് പിൻപറ്റിക്കൊണ്ടാണ് ജീവിക്കുക. ഈസാ നബി അലൈഹിസ്സലാം ഈ ലോകത്ത് ഇറങ്ങി വരുന്നത് തന്നെ സിറിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച ഒരു വെള്ള പള്ളിയുണ്ട്. ആ പള്ളിയിൽ സുബ്ഹി നമസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കുന്ന വേളയിലാണ് ആകാശലോകത്ത് നിന്ന് ഈസാ നബി അലൈഹിസ്സലാം പറന്നിറങ്ങുന്നത്. ആ ഇറങ്ങുന്നത് തന്നെ മുസ്ലിങ്ങളും ഈ അഹ്ലു കിതാബുകാരും തമ്മിൽ ഘോരമായ ഒരു യുദ്ധം ആരംഭിക്കാനിരിക്കുമ്പോഴാണ്. ഈ പ്രവചനങ്ങൾ പുലരാനുള്ളതല്ലേ എന്ന് മിനിയാന്ന് നടന്ന സംഭവം പോലും ഒരു സൂചനയായി ചൂണ്ടുപലകയായി കാണിക്കുന്നില്ലേ എന്ന് ചിന്തിച്ചു നോക്കുക. അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ യോഗം നടക്കാൻ പോകുന്നു. വലിയൊരു തീരുമാനമൊക്കെ എടുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവരുമായുള്ള ഒരു ഘോരമായ യുദ്ധം ഇന്നല്ലെങ്കിൽ നാളെ നടക്കാനുള്ളതാണ്. നടന്നേ തീരൂ. എല്ലാ അറബ് മുസ്ലിം രാജ്യങ്ങളെയും ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇവരെ വെച്ച് പൊറിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് എല്ലാവർക്കും അറിവുള്ള സംഗതിയാണ്. പക്ഷെ കാലത്തിന്റെ മാത്രം പ്രശ്നമാണ്. ഈസാ നബി അലൈഹിസ്സലാം യുദ്ധത്തിൽ മുസ്ലിങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് അവർക്കെതിരെ യുദ്ധം ചെയ്യുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുള്ളത്. സർവലോക രക്ഷിതാവായ അല്ലാഹു തആല നിയോഗിച്ച പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ യൻതിഖു അനിൽ ഹവാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരക്ഷരം ഉരിയാടുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ, വല്ലതും പറയുന്നുണ്ടെങ്കിൽ ആകാശലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. അതല്ലേ ഇവിടെ നടക്കാനിരിക്കുന്നത്. അതിന്റെ സൂചനകളല്ലേ നാൾക്കുനാൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നതിന്റെ തെളിവുകളല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? നാം ആലോചിക്കണം. ഈ ഈസാ നബി അലൈഹിസ്സലാം ഇഖാമത്ത് കൊടുത്ത് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ
ആ പള്ളിയിലെ ഇമാം ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഇമാമത്ത് നിൽക്കാൻ വേണ്ടി ക്ഷണിക്കും, കാരണം പ്രവാചകനാണല്ലോ. പക്ഷെ ഈസാ നബി അലൈഹി ഇസ്ലാം പറയും, താങ്കൾ തന്നെ ഇമാമത്ത് നിൽക്കുക. ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഅ്മൂമായിക്കൊണ്ട് നബിയുടെ ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാം നമസ്കാരം നിർവഹിക്കും. ഈസാ നബിയുടെ നമസ്കാരം നമ്മുടെ നമസ്കാരം പോലെയായിരുന്നില്ല. നമസ്കാരം ഉണ്ടായിരുന്നു, പക്ഷെ ആകൃതിയിലും പ്രകൃതിയിലും വ്യത്യാസമുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതോടുകൂടി നബിയുടെ ശരീഅത്താണ് പിന്നീട് വരുന്ന പ്രവാചകന്മാർ പോലും ഫോളോ ചെയ്യുക. അവരെ ഫോളോ ചെയ്യണമെന്ന് അല്ലാഹു തആല പ്രവാചകന്മാരോട് കരാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇസ്രാ മിഅ്റാജ് വേളയിൽ മസ്ജിദുൽ അഖ്സയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശാരോഹണത്തിന്റെ മുന്നോടിയായി എല്ലാ പ്രവാചകന്മാരുടെയും ഇമാമായി കൊണ്ട് നമസ്കരിക്കുകയുണ്ടായി. പ്രവാചകന്മാരൊക്കെ നബിയുടെ പിന്നിലാണ് നിന്നത്, മഅ്മൂമിങ്ങളായിരുന്നു. കാരണം അന്ത്യപ്രവാചകൻ സർവലോകത്തിനും സർവകാലത്തേക്കുമുള്ള പ്രവാചകനാണ്. സയ്യിദുൽ മുർസലീൻ, എല്ലാ മുർസലീങ്ങളുടെയും നേതാവാകുന്നു. അഷ്റഫുൽ ഖൽഖാണ്, അല്ലാഹു തആലയുടെ സൃഷ്ടികളുടെ എല്ലാം നേതാവാകുന്നു. റബീഉൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇങ്ങനെയാണ് നാം പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, പറയേണ്ടത്. നാളെ സാഹിബു ശഫാഅ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്തുകൊണ്ടാണ് നബിയെ മറ്റ് പ്രവാചകന്മാർ പോലും ജീവിക്കേണ്ടതെന്ന് അല്ലാഹു തആല പഠിപ്പിച്ചിരിക്കുന്നു. ഖാല ഫശ്ഹദു അന മഅകും മിനശ് ഷാഹിദീൻ ഫമൻ തവല്ല ബഅദ ദാലിക്. ഈ പ്രവാചകന്മാരിൽ നിന്ന് കരാർ വാങ്ങിയ ഈ വിഷയത്തിൽ ആരെങ്കിലും വിമുഖരാകുന്നുവെങ്കിൽ, പിന്മാറുന്നുവെങ്കിൽ, ഈ നബിയിൽ വിശ്വസിക്കുകയും നബിയുടെ സഹായികളായിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്യുന്നില്ലെങ്കിൽ ഫമൻ തവല്ല, ആരെങ്കിലും പിന്തിരിയുന്നുവെങ്കിൽ, ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാകുന്നു തോന്നിവാസികൾ. അപ്പൊ ഈ പറഞ്ഞ അഹ്ലി കിതാബുകാർ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതാണ്. ഈ അഹ്ലി കിതാബുകാരിൽ ഈ പ്രവാചകന്മാരൊക്കെ വന്ന ഈ മധ്യപൗരസ്ത്യ ദേശത്ത് അവിടെ ഉണ്ടായിരുന്ന അഹ്ലി കിതാബുകാരൊക്കെ ഇസ്ലാം സ്വീകരിച്ചു. അവർ ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിങ്ങളായതിൻ്റെ പേരിലാണ് അവിടെയൊക്കെ മൃഗീയ ഭൂരിപക്ഷം മുസ്ലിങ്ങളായി തീർന്നത്. 1913 ഇപ്പോഴത്തെ ഈ ഫലസ്തീനിലെ ജനസംഖ്യാനുപാതം 88% മുസ്ലിങ്ങളും 8% ക്രിസ്ത്യാനികളും 4% ജൂതന്മാരുമായിരുന്നു. അഥവാ ജൂതന്മാരും ക്രിസ്ത്യാനികളോടും കൂട്ടിയ 12% മാത്രമാണ് ഈ പ്രവാചകന്മാർ ജീവിച്ച അവരുടെ പാദസ്പർശമേറ്റ പ്രദേശത്ത് അഹ്ലി കിതാബുകാരായി നിലനിന്നത്. ബാക്കിയുള്ളവരൊക്കെ ആ പ്രവാചകന്മാരുടെ അനുയായികൾ അഥവാ ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെയാണ് മുസ്ലിങ്ങളായി തീർന്നിട്ടുള്ളത്. പിന്നെ ഈ നബിയെ അംഗീകരിക്കാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ഇപ്പോഴും ഈ അഹ്ലി കിതാബുകാരായി നിലനിൽക്കുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ അവരെ കുറിച്ച് ഫാസിഖുകൾ എന്ന് പറഞ്ഞു. അവരാരാന്ന് ചോദിച്ചാൽ ഈ പ്രവാചകന്മാരൊന്നും വന്ന പ്രദേശത്തുള്ളവരല്ല, ആ പ്രവാചകന്മാരുടെ ഭാഷ അറിവുള്ളവരല്ല, ആ പ്രവാചകന്മാരുടെ ദീൻ അതേ രൂപത്തിൽ മനസ്സിലാക്കിയവരും ഫോളോ ചെയ്യുന്നവരുമല്ല. അവർ ഫാസിഖുകളാണ്. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ. ഈ പ്രവാചകന്മാരൊക്കെ കൊണ്ടുവന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനല്ലാത്ത മറ്റൊരു ദീനാണോ അവർ അന്വേഷിക്കുന്നത്? വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദി. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ഈ പ്രപഞ്ചത്തിലുള്ള സർവസ്വവും അല്ലാഹു തആലക്ക് മുസ്ലിങ്ങളായിരിക്കുന്നു. മുസ്ലിങ്ങൾ എന്നാൽ അല്ലാഹു തആലയെ അനുസരിക്കുന്നവർ എന്നാകുന്നു. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചുകൊണ്ട് മുസ്ലിങ്ങളായിക്കൊണ്ടാണ് നിലകൊള്ളുന്നത്. ഭൂമി മുസ്ലിമാണ്. അതുകൊണ്ടാണ് ഭൂമി അല്ലാഹു തആല നിശ്ചയിച്ച അതേ ഭ്രമണപഥത്തിലൂടെ, അല്ലാഹു തആല നിശ്ചയിച്ച അതേ വേഗത്തിൽ, അതേ മാസം കൊണ്ട്, അതേ വർഷം കൊണ്ട് അതിൻ്റെ പ്രദക്ഷിണം പൂർത്തിയാക്കുന്നത്. അതേ 24 മണിക്കൂറിൽ കടുകിട വ്യത്യാസമില്ലാതെ ഒരു പ്രാവശ്യം ഭൂമി അത് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഭൂമി മുസ്ലിമാകുന്നു. അല്ലാഹു തആലയുടെ കൽപ്പനയാണ്. കടുകിട തെറ്റുന്നില്ല. സർവ്വചരാചരങ്ങളും മുസ്ലിങ്ങളാകുന്നു.
തൗഴൻ ഒന്നുകിൽ നിർബന്ധിതരായിക്കൊണ്ട്, എന്ന് വെച്ചാൽ അല്ലാഹു തആലയെ അനുസരിച്ചുകൊണ്ട് ഈ നിലകൊള്ളുന്നത് ഒന്നുകിൽ തൗഴൻ ഔ കർഹൻ, ഒന്നുകിൽ വഴിപ്പെട്ടുകൊണ്ട്, സ്വമേധയാ അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട്. അതാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ. അവർ തൗഴൻ, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അല്ലാഹു തആലയെ ധിക്കരിക്കാനും. പക്ഷേ അവർ അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങളായി ജീവിക്കുന്നു. എന്നാൽ വക്കർഹൻ, നിർബന്ധിതമായി കൊണ്ടും ഈ പ്രപഞ്ചത്തിൽ പലതും അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നുണ്ട്. ഉദാഹരണമായി കാഫിറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അംഗീകരിക്കുന്നില്ല, അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിനെ നിഷേധിക്കുന്നവരാണ്, നിരീശ്വരവാദികളാണ്, അതിനു വേണ്ടി അട്ടഹസിക്കുന്നവരാണ്. എന്നാൽ അതേ നിരീശ്വരവാദികൾ അവരുടെ നാക്ക് കൊണ്ടാണ് ഈ സംസാരിക്കുന്നത്, അവരുടെ കണ്ണുകൊണ്ടാണ് കാണുന്നത്, അവരുടെ കാതുകൊണ്ടാണ് കേൾക്കുന്നത്, അവരുടെ ഓരോ അവയവവും ചലിക്കുന്നത് മുസ്ലിങ്ങളായിക്കൊണ്ടാണ്, അല്ലാഹു തആലയെ അനുസരിച്ചുകൊണ്ടാണ്. ഒരാൾക്കും അതിൽ മാറ്റം വരുത്താൻ സാധ്യമല്ല. ഞാൻ നാളെ മുതൽ കാതുകൊണ്ടാണ് കാണുക, നാളെ മുതൽ ഞാൻ മൂക്കുകൊണ്ട് സംസാരിക്കും, നാളെ മുതൽ എൻ്റെ ആഹാരം ദഹിപ്പിക്കുക ആമാശയമല്ല തലച്ചോറാണ്. ആർക്കെങ്കിലും തീരുമാനിക്കാൻ പറ്റുമോ? പറ്റില്ല. കർഹൻ, നിർബന്ധിതമായി കൊണ്ട് പക്കാ കാഫിറുകൾ പോലും അള്ളാഹുവിനനുസരിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത്. സ്വാതന്ത്ര്യം നൽകപ്പെട്ട, അള്ളാഹുവിനനുസരിക്കാനും നിഷേധിക്കാനും സ്വാതന്ത്ര്യം നൽകപ്പെട്ട ജീവിതത്തിന്റെ പരിമിതമായ ഒരു മേഖലയിൽ അവിടെ അള്ളാഹുവിനനുസരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്, നിഷേധിക്കാനും സ്വാതന്ത്ര്യമുണ്ട്, നമസ്കരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്, നമസ്കരിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്, കള്ള് കുടിക്കാനും കള്ള് ഉപേക്ഷിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ പരിമിതമായ ജീവിതത്തിലെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നവർ, ആ ഒരു മേഖലയിൽ മാത്രം അവർ കാഫിറുകളാണ്. മുസ്ലിങ്ങളാവട്ടെ ഈ സ്വാതന്ത്ര്യം നൽകപ്പെട്ട മേഖലയിലും അള്ളാഹുവിനനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നു. അങ്ങനെ അവർ പൂർണ്ണമായും മുസ്ലിങ്ങളായിത്തീരുന്നു. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ സർവസ്വവും വളരെ പരിമിതമായ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ഒഴികെ, അത് ജിന്നിലുമുണ്ട് ഇൻസിലുമുണ്ട്, മനുഷ്യരിലും ജിന്നുകൾക്കുമാണ് അള്ളാഹു തആല നമുക്ക് അറിവ് നൽകപ്പെട്ട സൃഷ്ടികളിൽ സ്വാതന്ത്ര്യം നൽകപ്പെട്ടവരായി ഉള്ളത്. അവരിൽ ഒരു വിഭാഗം മാത്രമാണ് ഈ ധിക്കാരികളായി അള്ളാഹുവിനെ അനുസരിക്കാതെ ജീവിക്കുന്നത്. എന്നാൽ അവർ പോലും കർഹൻ, നിർബന്ധിതമായി ജീവിതത്തിന്റെ 3/4 ഭാഗവും മുസ്ലിങ്ങളായി കൊണ്ടാണ് ജീവിക്കുന്നത്. വഇലൈഹി യുർജഊൻ, ഇനി പരിമിതമായ മേഖലയിൽ അവർക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല. ആ മേഖലയിൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ അവർ രക്ഷപ്പെടുമെന്ന് കരുതണ്ട. വഇലൈഹി യുർജഊൻ, ഇവിടുത്തെ ജീവിതം നൈമിഷികമാണ്, നശ്വരമാണ്. ഇവിടുത്തെ കാലാവധി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സന്നിധിയിലേക്കാകുന്നു എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ സർവതന്ത്ര സ്വതന്ത്രരായി അള്ളാഹുവിനനുസരിക്കാതെ ജീവിച്ചു കളയാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഖുൽ, നബിയെ പറയൂ, നബിയെ പറയുക. ഇത് ഒരു വിഭാഗത്തിന്റെ സമീപനമാണ് പറഞ്ഞത്. ഇനി സത്യവിശ്വാസികളായ നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിവരിക്കുകയാണ്. നബിയെ പറയുക, ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് ഏകനായ അല്ലാഹു ആകുന്നു. വമാ ഉൻസില അലൈനാ, ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വമാ ഉൻസില അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യാഖൂബ്, ഇസ്മായിൽ നബിയിലും ഇസ്ഹാഖ് നബിയിലും യാഖൂബ് നബിയിലും അവർക്കൊക്കെ നൽകപ്പെട്ട ദിവ്യബോധനങ്ങളിൽ
വേദഗ്രന്ഥങ്ങളിൽ എല്ലാം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. തീർന്നില്ല. വൽ അസ്ബാത്ത്, യാക്കൂബ് നബിയുടെ 12 മക്കളുടെ പിന്മുറക്കാരിലാണ് പിന്നീട് ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. അഥവാ പരിശുദ്ധ ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട പ്രവാചകന്മാരിൽ നല്ലൊരു ശതമാനം വന്നിട്ടുള്ളത് യാക്കൂബ് നബിയുടെ 12 മക്കളുടെ പിന്മുറക്കാരിലാണ്. അതുകൊണ്ടാണ് ബനി ഇസ്രായേൽ, ഇസ്രായേൽ എന്നത് യാക്കൂബ് നബിയുടെ ഒരു പേരാണ്. അഥവാ അവരുടെ ഭാഷയിൽ ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ അറബിയിൽ അബ്ദുള്ള എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് ദൈവദാസൻ. ഈ യാക്കൂബ് നബിയുടെ പിന്മുറക്കാരിൽ വന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിൽ വിശ്വസിച്ചവർ, അവർക്കെല്ലാവർക്കും കൂടി പറയുന്ന പേരാണ് ബനി ഇസ്രായേൽ. ആ പ്രവാചകന്മാരിലൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു. വമാ ഊതിയ മൂസ വഈസ, മൊത്തത്തിൽ പറഞ്ഞ ശേഷം മൂസാ നബിക്കും ഈസാ നബിക്കും നൽകപ്പെട്ടതിലും അത് പ്രത്യേകം പരാമർശിക്കാൻ കാരണം ഈ മൂസാ നബിയുടെയും ഈസാ നബിയുടെയും അനുയായികളാണ് ഇപ്പോൾ ഈ പറഞ്ഞ പ്രവാചകന്മാരുടെ ബാക്കി പത്രമായി ലോകത്ത് ഉള്ളത്. മറിച്ച് ഒരു ഇബ്രാഹിം നബിയുടെ സമൂഹമായിട്ടോ ഇസാഖ് നബിയുടെയോ യാക്കൂബ് നബിയുടെയോ സമൂഹമായിട്ട് ലോകത്ത് നമുക്കാരെയും കാണാൻ സാധ്യമല്ല. മറിച്ച് ജൂതന്മാർ മൂസാ നബിയുടെ അനുയായികൾ എന്നറിയപ്പെടുന്നു. മറ്റൊന്ന് ക്രിസ്ത്യാനികൾ ഈസാ നബിയുടെ അനുയായികൾ എന്നറിയപ്പെടുന്നു. ഇങ്ങനെ ഒരു 2 മതവിഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അവരുടെ കാര്യം പ്രത്യേകം പരാമർശിച്ചു. അതോടൊപ്പം ഈ 2 പ്രവാചകന്മാർക്കും അവതരിപ്പിക്കപ്പെട്ട ഇഞ്ചീലും തൗറാത്തും ഭേദഗതികൾക്ക് ആണെങ്കിലും ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ട് അത് പ്രത്യേകം പരാമർശിച്ചിരിക്കുകയാണ്. മൂസാ നബിക്കും ഈസാ നബിക്കും നൽകപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. മിർ റബ്ബിഹിം, അവരുടെ റബ്ബിങ്കിൽ നിന്ന്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവർക്കിടയിലൊന്നും ഞങ്ങൾ യാതൊരു ഭിന്നതയും കൽപ്പിക്കുന്നില്ല. ഈ പ്രവാചകന്മാരെ എല്ലാവരെയും ഞങ്ങൾ അംഗീകരിക്കുന്നു. അവരുടെ എല്ലാം പേര് കേട്ടാൽ അലൈഹിസ്സലാം എന്ന് ഞങ്ങൾ ചൊല്ലുന്നു. അവർക്കിടയിൽ യാതൊരു ഭിന്നതയും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല, ഫിർഖത്ത് കൽപ്പിക്കുന്നില്ല. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അനുസരിക്കുന്ന, അല്ലാഹുവിനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന ഈ പ്രവാചകന്മാരെ പോലെയുള്ള മുസ്ലിങ്ങളാകുന്നു. ഈ മുസ്ലിങ്ങളെക്കാൾ സഹിഷ്ണുക്കളായി, മതമൈത്രിയുടെ വക്താക്കളായി ലോകത്ത് ആരാണുള്ളത്? ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? സാധിക്കുകയില്ല. അത് താത്വികമായ ഒരു പ്രസ്താവന മാത്രമല്ല, പ്രായോഗിക തലത്തിൽ തന്നെ അനേകം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തെ രാജ്യങ്ങളിൽ 202 രാജ്യങ്ങളോ മറ്റാണ് ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ ഉൾപ്പെടെയുള്ളത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ 202 രാജ്യങ്ങളിലും മുസ്ലിങ്ങളുണ്ട്. ഈവൻ വത്തിക്കാനിൽ പോലും മുസ്ലിങ്ങളുണ്ട്. അവിടുത്തെ റോമിൽ 50,000 മുസ്ലിങ്ങളുണ്ട്. വത്തിക്കാന്റെ തലസ്ഥാനമാണ് റോം. റോമിൽ 50,000 മുസ്ലിങ്ങളുണ്ട്. അവിടെ മക്കയിൽ ഒരു ചർച്ച് ഉണ്ടാക്കാൻ അനുവാദം തന്നെങ്കിലേ റോമിൽ പള്ളി ഉണ്ടാക്കാൻ അനുവാദം തരുള്ളൂ എന്നായിരുന്നു അവരുടെ വാദം. വളരെ കാലം മുസ്ലിങ്ങൾ ശ്രമിച്ചിട്ടും അവസാനം ഒരു 10-25 വർഷങ്ങൾക്ക് മുൻപ് ഒരു പള്ളി ഉണ്ടാക്കാൻ അനുവാദം കൊടുത്തു. സൗദി അറേബ്യയാണ് ആ പള്ളി ഉണ്ടാക്കിയത്. വലിയ വിപുലമായ പള്ളിയും സെന്ററുകളൊക്കെ ഉള്ള. പറഞ്ഞു വരുന്നത് എല്ലാ രാജ്യങ്ങളിലും മുസ്ലിങ്ങളുണ്ട്, മുസ്ലിങ്ങളില്ലാത്ത ഒരു രാജ്യമില്ല. ആ രാജ്യത്തെ പൗരന്മാരായിക്കൊണ്ടാണ് ഈ പറയുന്നത്. എന്നാൽ ഒരു രാജ്യത്തെ പൗരന്മാരായി മുസ്ലിങ്ങൾ മാത്രമുള്ള രാജ്യം മുസ്ലിം രാജ്യമേ ഉള്ളൂ, വേറെ രാജ്യമില്ല. ഒരു മതവിഭാഗങ്ങളും ഇല്ല. 100% ഒരു മതവിഭാഗങ്ങളായിക്കൊണ്ടുള്ള ഒരു രാജ്യമുള്ളത് മുസ്ലിം രാജ്യം മാത്രമാണ്. അതിലൊന്ന് ലിബിയയാണ്, ഒന്ന് സോമാലിയയാണ്. നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് പറയാൻ വരിക സൗദി അറേബ്യ എന്നായിരിക്കും. അല്ല, ഒന്ന് ലിബിയയാണ്, ഒന്ന് സോമാലിയയാണ്. എന്നാൽ സൗദി അറേബ്യയിൽ, കുവൈത്തിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയുകയുണ്ടായി, 0.05% ക്രിസ്ത്യാനികളുണ്ട്. എന്ന് വെച്ചാൽ ആകെ ഒരു 6,000-7,000 ക്രിസ്ത്യാനികൾ. സൗദി അറേബ്യയിലും അതുപോലെ ഒരു ചെറിയ ന്യൂനപക്ഷമുണ്ട്.
അതേസമയത്ത് ബാക്കി പല അറബ് രാജ്യങ്ങളിലും 97, 98 ഒക്കെ ശതമാനം മുസ്ലിങ്ങളാണ്. പക്ഷെ ഇങ്ങനെ മൃഗീയ ഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള 100% മുസ്ലിങ്ങളുള്ള രാജ്യത്ത് അവിടെ ജീവിക്കുന്ന ക്രിസ്ത്യാനികൾക്കോ ജൂതന്മാർക്കോ ഇതര മതവിഭാഗങ്ങൾക്കോ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു കലാപം നേരിടേണ്ടി വരുന്നുണ്ടോ? ചോദ്യമാണ് ചോദ്യം. ഇവിടെ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും പലപ്പോഴും ഹിന്ദുക്കൾക്കെതിരെ അക്രമം ഉണ്ടാകാറുണ്ട്. കാരണം ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ കലാപം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ അതിന്റെ പ്രതികരണം എന്ന നിലയ്ക്ക് ഈ ഇന്ത്യയിൽ ജനതയുടെ തന്നെ ഭാഗം എന്ന നിലയ്ക്ക് അവിടെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് തുടരാൻ അവിടുത്തെ ഭരണകൂടങ്ങൾ സമ്മതിക്കാറില്ല. ഭരണകൂടം ഇടപെട്ടുകൊണ്ട് അത് അമർച്ച ചെയ്യാറാണ് പതിവ്. എന്നല്ല, ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ പാകിസ്ഥാനിൽ ചില ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടപ്പോൾ അവിടുത്തെ ഭരണകൂടം ആ ക്ഷേത്രം പുനർനിർമ്മിക്കുകയുണ്ടായി. ഈ ഒരു അപവാദം മാറ്റി നിർത്തിയാൽ ജനറലി മുസ്ലിം രാജ്യങ്ങളിൽ ഉള്ള അമുസ്ലിം ജനങ്ങൾ അവർക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. അവിടെ അങ്ങനെ അമുസ്ലിങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നുക പോലുമില്ല. കുവൈത്തിലെ കാര്യം ഞാൻ പറഞ്ഞു. 7000 ക്രിസ്ത്യാനികൾ അവിടുത്തെ പൗരന്മാരുണ്ട്. എന്നോട് കൂടെ ജോലി ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനി പറഞ്ഞു, ഒരു ക്രിസ്ത്യാനിയായ ആള് പിന്നെ ഡ്രൈവറായിട്ട്, കുവൈത്തി വീട്ടിലെ ഡ്രൈവറായിട്ട് ജോലിക്ക് വന്നു. അങ്ങനെ ജോലിക്ക് വന്ന് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് അത് ആ ക്രിസ്ത്യാനികളാ ആ കുവൈത്തി വീട്. കാരണം ഇവരുടെ സംസാരം പോലും ഈ നമ്മൾ പറയുന്ന എല്ലാ വാക്കുകളും അവർ പറയും. ഇവിടെ ഇപ്പോൾ യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യേശു എന്നല്ല പറയുക, അള്ളാഹ് എന്നാ പറയുക. ക്രിസ്ത്യാനികൾ അള്ളാഹ് എന്നാ പറയുക, അള്ളാഹു തആലക്ക്. അതുമാതിരി തന്നെ മുഹമ്മദ് എന്നൊരു പേരൊഴികെ ബാക്കി എല്ലാ പേരും അവരിടും. ഇബ്രാഹിം, യാക്കൂബ്, പിന്നെ ഇസാഖ്, യൂസുഫ് എല്ലാം അവരിടും. എല്ലാ പേരും ഇടും. അപ്പൊ പേര് കേട്ടാൽ പോലും മനസ്സിലാവില്ല. അപ്പൊ പറഞ്ഞു വരുന്നത്, മുസ്ലിം രാജ്യങ്ങളിലുള്ള അമുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഏതോ മതസ്ഥരാവട്ടെ, അവർക്ക് യാതൊരു കലാപവും ഏറ്റുവാങ്ങേണ്ടി വരുന്നില്ല. എന്തുകൊണ്ട്? ഈ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കൽപ്പനകൾ കൊണ്ട്. ഈ പ്രവാചകന്മാരൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു, അവരിൽ നമ്മൾ വിശ്വസിക്കുന്നു, അവരുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് ചൊല്ലുന്നു, അവരുടെ കുടുംബത്തെ നാം ആദരിക്കുന്നു, അവരുടെ പുണ്യപ്രദേശങ്ങളായി നമ്മൾ അംഗീകരിക്കുന്നു. അവർ ജീവിച്ച പ്രദേശം പുണ്യദേശമായിട്ടാണ് നാം കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരുമായി ഏതോ നിലക്ക് ബന്ധമുള്ള മതവിഭാഗങ്ങൾ, ജൂതന്മാരാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ, നാം അവരോട് എതിരിടാൻ നിൽക്കുകയില്ല. അവർക്ക് അവരുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിൽ ഹിജ്റ ചെയ്തു വന്നപ്പോൾ അവിടെ 3 ജൂതഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പണി ആ ജൂതഗോത്രങ്ങളോട് സഖ്യ കരാർ ഉണ്ടാക്കുകയാണ്. എന്താണ് ആ കരാറിലെ വ്യവസ്ഥ? ജൂതന്മാർക്ക് അവരുടെ മതം അനുസരിച്ചുകൊണ്ട്, അവരുടെ ആരാധനാ കർമ്മങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ മദീനയിൽ സ്വാതന്ത്ര്യം ഉണ്ടാവും. യാതൊരുവിധ അക്രമമർദ്ദനങ്ങളും മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരികയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരാർ, ആ കരാർ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പിന്നീട് എവിടെയാണ് പ്രശ്നമുണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ഗൂഢശ്രമം നടത്തി ഒരു ജൂതഗോത്രം. മുസ്ലിങ്ങൾക്കെതിരെ ഖുറൈശികളും അറബ് മുശ്രിക് ഗോത്രങ്ങളും ആക്രമണം നടത്താൻ വേണ്ടി മദീന വളഞ്ഞപ്പോൾ അതിൽപ്പെട്ട ഖുറൈള ഗോത്രം, ജൂതഗോത്രം, ഈ കരാറിനെതിരെ, മദീനക്കെതിരെ പുറത്തു നിന്ന് ആക്രമണം ഉണ്ടായാൽ സംയുക്തമായി മദീനയെ രക്ഷിക്കാൻ രംഗത്ത് വരുമെന്ന കരാറ്, അതിന് വിരുദ്ധമായി മറുകക്ഷം ചേർന്നു ഖുറൈശികളോടൊപ്പം, ഈ സഖ്യസൈന്യത്തോടൊപ്പം. അപ്പോൾ അവർക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പട നയിച്ചു. മൂന്നാമത്തെ ജൂതഗോത്രം നബിയോടും മുസ്ലിങ്ങളോടും അങ്ങേയറ്റത്തെ പകയുമായാണ് അവർ ജീവിച്ചിരുന്നത്. ഒരു മുസ്ലിം യുവതി, അവർക്ക് മദീനയിൽ കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു. അന്നേ ജൂതന്മാർ കച്ചവടത്തിൽ മുൻപന്തിയിലാണ്.
അവിടുത്തെ സ്വർണ്ണ പണിക്കാർ അവരായിരുന്നു, അതുപോലെ തന്നെ കൊല്ലപ്പണിക്കാർ അവരായിരുന്നു. അവരുടെ ജ്വല്ലറിയിൽ സ്വർണ്ണാഭരണം വാങ്ങാൻ വേണ്ടി ഒരു സ്വഹാബി വനിത ചെന്നു. അപ്പോൾ മുസ്ലിങ്ങളോടുള്ള വിരോധം പതഞ്ഞു പൊങ്ങുകയാണ് അവർക്ക്. അതിന്റെ കാരണം നാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. തങ്ങളാണ് അള്ളാഹുവിന്റെ ദീനിന്റെ കുത്തകക്കാർ, തങ്ങളിലാണ് പ്രവാചകന്മാർ വന്നത്, തങ്ങൾ അള്ളാഹുവിന്റെ സ്വന്തക്കാരാണ്, മക്കളാണ് എന്നൊക്കെയുള്ള ആഢ്യ മനസ്സുകളായിരുന്നു അവർക്കുണ്ടായിരുന്നത്, നമ്മുടെ ഇന്ത്യയിലെ ഹിന്ദുക്കളിലെ സവർണരെ പോലെ. അപ്പോൾ ഇങ്ങനെ അവരുടേതല്ലാത്ത സമൂഹത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടപ്പോൾ മുസ്ലിങ്ങൾ ഈ ദീനിന്റെ പ്രബോധകന്മാരായി രംഗത്ത് വന്നപ്പോൾ അവർക്ക് സഹിച്ചില്ല അവരുടെ കിബറും ഹസദും. ഈ സ്വഹാബി വനിതാഭരണം ഇങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു ജൂതൻ പിന്നിലൂടെ വന്നിട്ട്, കാരണം പർദ്ദ ധരിച്ചിരിക്കുന്നു, നിഖാബൊക്കെ ധരിച്ചിരിക്കുന്നു, ഇവരുടെ വസ്ത്രം ഒരിടത്ത് കെട്ടിയിട്ടു, ഇവരറിയുന്നില്ല. അങ്ങനെ ആഭരണമൊക്കെ നോക്കി പോകാൻ വേണ്ടി തിരിഞ്ഞുകൊണ്ട് വരുമ്പോൾ ഇവരുടെ വസ്ത്രം ഉരിഞ്ഞുപോയി, സ്വഹാബി വനിതയുടെ. അതോടുകൂടി ഇവർ ആർത്തട്ടഹസിച്ച് നിലവിളിച്ചു. ഇത് കേട്ട് ഓടി വന്ന സ്വഹാബികൾ ഈ 1-2 ജൂതന്മാരുടെ കഥ കഴിച്ചു. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബനൂ ഖൈനുഖാ ഗോത്രത്തിനെതിരെ യുദ്ധം നയിച്ചു, യുദ്ധം പ്രഖ്യാപിച്ചു. ഇങ്ങനെ അവരുടെ ശത്രുതാപരമായ നിലപാടിന്റെ പേരിലാണ് ഈ ജൂതന്മാർക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പട നയിച്ചത്. ഇതൊഴിച്ചാൽ മുസ്ലിം മദീനയിൽ പോലും നാം പറഞ്ഞില്ലേ, ഈ ഫലസ്തീനിൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ 4% ജൂതന്മാർ, ഒരു പ്രയാസവുമില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അധീനപ്പെട്ടതാണ് ഫലസ്തീൻ. അന്ന് മുതൽ 14 നൂറ്റാണ്ട് കാലം യാതൊരു കുഴപ്പവുമില്ലാതെ സ്വാതന്ത്ര്യത്തോടു കൂടി അവർ ജീവിച്ചിട്ടുണ്ട്. അവരുടെ ആരാധനാലയങ്ങളുണ്ട്, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ മുസ്ലിങ്ങളെ പോലെ സഹിഷ്ണുക്കളായ, മതമൈത്രി കാത്തു സൂക്ഷിക്കുന്നവരായ, അവർഗീയമായ ഒരു സമൂഹം വേറെയില്ല. പക്ഷേ ലോകത്ത് പ്രചണ്ഡമായി പ്രചരിപ്പിക്കപ്പെടുന്നത് എന്താണ്? നമ്മുടെ കേരളത്തിൽ എന്താണ്? ദേശീയ തലത്തിൽ എന്താണ്? അന്തർദേശീയ തലത്തിൽ എന്താണ്? ദൗർഭാഗ്യകരമായ, അങ്ങേയറ്റം വേദനാജനകമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സമുദായത്തിലെ ചില മുസ്ലിം നാമധാരികൾ പോലും ഈ സംഗതികൾ ഏറ്റെടുത്തുകൊണ്ട് അവരോടൊപ്പം കൂടുന്നു എന്നാണ്. ഇവിടത്തെ കെ ടി ജലീൽ എന്ന ഒരുത്തനുണ്ട്, ഇവിടെ ഷംസീർ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, ഒരു റിയാസ് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. നിങ്ങൾക്ക് സുപരിചിതരായതുകൊണ്ട് 4 പേരെടുത്ത് പറഞ്ഞെന്ന് മാത്രം. ഇവരുടെയൊക്കെ നിലപാട് നാം ഈ പറഞ്ഞതിന് വിരുദ്ധമായ നിലപാടാണ്. അതൊക്കെ തന്നെ ആ നൈമിഷികമായ ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടി അവരെടുക്കുന്ന തീരുമാനമാണ്, സമീപനമാണ്. അതിൻ്റെ ഫലം അവർ അനുഭവിക്കും, അനുഭവിച്ചേ തീരൂ. അപ്പോൾ മുസ്ലിങ്ങളുടെ സമീപനം എന്താണ്, എന്തായിരിക്കണം? ജനറലി മുസ്ലിങ്ങൾ ഈ സമീപനം തന്നെ സ്വീകരിച്ചു പോരുന്നു എന്നതാണ് സത്യം. ഈ ഒരു അവസാനത്തെ ആയത്ത് കൂടി ധരിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നാം അവസാനിപ്പിക്കുകയാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ, ഈ പറഞ്ഞ അള്ളാഹുവിനെയും അള്ളാഹു തആല നിയോഗിച്ച എല്ലാ പ്രവാചകന്മാരെയും എല്ലാ വേദഗ്രന്ഥങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് അവർക്കിടയിൽ യാതൊരു ഫിർഖത്തും കൽപ്പിക്കാതെ എല്ലാവരെയും ബഹുമാനിച്ചാദരിച്ചുകൊണ്ട് ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുക എന്ന ഈ ദീൻ, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ,
ഈ ദീനുൽ ഇസ്ലാം അല്ലാത്ത ഒരു ദീൻ, ഒരു ജീവിതമാർഗം, ഒരു മതം ആരെങ്കിലും അവലംബിക്കുന്നുവെങ്കിൽ, തേടുന്നുവെങ്കിൽ, ഇപ്പൊ ഈ പറയപ്പെട്ട എല്ലാം അതിൽ പെട്ടു. ഇസ്ലാം അല്ലാത്ത എല്ലാം പെട്ടു. അത് ക്രിസ്തുമതമാകട്ടെ, ജൂതമതമാകട്ടെ, ഹിന്ദു മതമാകട്ടെ, ഇനി മതമില്ലാത്ത നിരീശ്വരത്വമാകട്ടെ, എന്തോ ആകട്ടെ, ഈ ജീവിതത്തിൽ ഇസ്ലാം ദീനല്ലാത്ത ഒരു മാർഗം ആരെങ്കിലും തങ്ങളുടെ ജീവിതമാർഗമായി സ്വീകരിക്കുന്നുവെങ്കിൽ ഫലൻ യുഖ്ബല മിൻഹു, അവരിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല. അല്ലാഹു തആല അത് തൃപ്തിപ്പെടുകയില്ല. ഒന്നാമത്തെ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമിനെ പഠിപ്പിച്ച, ആദം നബി സ്വന്തം മക്കൾക്ക് കൈമാറിയ, പിന്നീട് വ്യതിചലനങ്ങൾ ഉണ്ടായപ്പോൾ കാലത്തിന്റെ നീളത്തിൽ സർവ്വലോകങ്ങളിലും സർവ്വദേശങ്ങളിലും സർവ്വ സമൂഹങ്ങളിലും അല്ലാഹു തആല നിയോഗിച്ചയച്ച പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട ഈ ദീനുൽ ഇസ്ലാം അല്ലാത്ത ഏതെങ്കിലും ഒരു ജീവിതമാർഗം ആരെങ്കിലും സ്വീകരിക്കുന്നുവെങ്കിൽ ഫലൻ യുഖ്ബല മിൻഹു, അവരിൽ നിന്നത് സ്വീകരിക്കുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, നാളെ പാരത്രിക ലോകത്ത് അവർ നഷ്ടകാരികളിൽപ്പെട്ടവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം അനുസരിച്ചുകൊണ്ട് മുസ്ലിമായി മരിച്ച് നാളെ പാരത്രിക ലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരോടൊപ്പം അവന്റെ സ്വർഗലോകത്തിൽ ജീവിക്കാനും, അവരെയൊക്കെ കാണാനും, അവർക്കൊക്കെ മുസാഫഹത്ത് നടത്താനും, അവരുടെയൊക്കെ സാമീപ്യം അനുഭവിക്കാനും നമുക്കും നമ്മുടെ മാതാപിതാക്കന്മാർക്കും നമ്മുടെ ഭാര്യാസന്താനങ്ങൾക്കും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. إنك أنت السميع العليم. إنك أنت التواب الرحيم. ഇനി 15 ആയത്തുകൾ മാത്രമാണുള്ളത്. 85 ആയത്തുകൾ നമ്മൾ വിവരിച്ചു കഴിഞ്ഞു. ഈ 15 ആയത്തുകൾ അടുത്ത വെള്ളിയാഴ്ചയോടുകൂടി നാം അവസാനിപ്പിക്കും. അത് കഴിഞ്ഞാൽ ഒരു വെള്ളിയാഴ്ച സ്റ്റഡി ലീവായിരിക്കും. ഇന്നത്തെ വെള്ളിയാഴ്ച ഒക്ടോബർ 6-ാം തീയതി ഇൻഷാ അല്ലാഹു തആല നമ്മുടെ മത്സരം നടക്കും. സ്ത്രീകളുടെ മത്സരം നവംബർ 8-ാം തീയതിയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ഓർമ്മ. ഏതായാലും എല്ലാവരും ഇവിടെ നിന്ന് അങ്ങോട്ട് തഫ്സീറുമായി നിരന്തര ബന്ധം